നമസ്കാരം. പഴയ ഡിബേറ്റിലേക്ക് സ്വാഗതം. അട്ടിമറികളുടെ പരമ്പരയിലൂടെ മുന്നോട്ട് പോകുന്ന നടിയെ ആക്രമിച്ച കേസിലെ കോടതി നടപടികളിൽ ഞെട്ടിക്കുന്നതാണ് പുതിയ എപ്പിസോഡ്. സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി തുറന്നതിനെക്കുറിച്ച് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിലും നീതിയല്ല, പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമെന്ന് അതിജീവിത. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടവരെക്കുറിച്ച് എല്ലാ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ അധികാരമുണ്ടായിട്ടും അന്വേഷണം നടത്തിയ വിചാരണ കോടതി ജഡ്ജി ആരെയും കാണാത്ത റിപ്പോർട്ട് നൽകിയെന്ന് അതിജീവിത. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് തന്നെ പുറത്തു വന്ന ദുരനുഭവം വിവരിക്കവേ നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ഇരയാക്കപ്പെട്ട വ്യക്തിക്ക് നീതിയുടെ കോട്ട കെട്ടി സംരക്ഷണം ഉറപ്പാക്കേണ്ട കോടതിയിൽ നിന്ന് ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചന്മാരുമാണെന്നത് സങ്കടകരമാണ്. 8ാം പ്രതി ദിലീപിനെ രക്ഷിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ ഒട്ടേറെ കണ്ട കേസിൽ സ്വകാര്യത പോലും കോടതിയിൽ സുരക്ഷിതമല്ലെന്ന അതിജീവിതയുടെ തുറന്നു പറച്ചിൽ പഴയ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പഴയ ഡിബേറ്റിൽ ശ്രീ രാഹുൽ ഈശ്വർ, അഭിഭാഷക അഡ്വക്കേറ്റ് ടി.ബി. മിനി, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ്, സംവിധായകൻ ബൈജു കൊട്ടാരക്കര എന്നിവർ ചേരുകയാണ്. ഒപ്പം റിട്ടയർഡ് ജസ്റ്റിസ് ശ്രീ കെമാൽ പാഷ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ 3 തവണ കോടതിയിലിരിക്കവേ തന്നെ കണ്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ച കാര്യമാണ്. അത് ഹൈക്കോടതി തന്നെ നേരത്തെ എങ്ങനെ ഇത് കാണാൻ ഇടവന്നു, ആരൊക്കെയാണ് ഇതിങ്ങനെ അനധികൃതമായിട്ട് കണ്ടത് എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് വിചാരണ കോടതി ജഡ്ജിയെ ചുമതലപ്പെടുത്തിയത്. ഇപ്പോൾ അവർ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിൽ ആരാണ്, എന്തിനാണ് എന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരാണ് പിന്നിലെന്ന് വസ്തുതകൾക്ക് നിരക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല എന്ന് അതിജീവിത പറയുമ്പോൾ നമ്മുടെ കയ്യിൽ അന്വേഷണ റിപ്പോർട്ടില്ല. ഹൈക്കോടതിക്ക് കൊടുത്തിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് നമ്മുടെ കയ്യിലില്ല. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം അതിജീവിത തന്നെയാണല്ലോ ഒരു ഉപഹർജിയും സത്യവാങ്മൂലവും ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ളത്. അത് വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയാണ് വിചാരണ കോടതി ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനും പറ്റും. അപ്പോൾ ഇവിടെയും അതിജീവിതയ്ക്ക് നീതി നിഷേധിക്കുന്ന രീതിയിലുള്ള ശ്രമങ്ങളാണോ നടന്നത്? ഇങ്ങനെ അന്വേഷിച്ചാൽ പോരായിരുന്നുവെന്ന് അതിജീവിത പറയുമ്പോൾ അത് കണക്കിലെടുക്കേണ്ടി വരികയല്ലേ നമ്മൾക്കെല്ലാം? തീർച്ചയായിട്ടും നമ്മളത് കണക്കിലെടുക്കേണ്ടി വരും. കാരണം കോടതിക്ക് ഇതിനകത്ത് പക്ഷം ചേരാൻ കഴിയില്ലല്ലോ. കോടതിയിലെ ഒരു തൊണ്ടി സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തൊണ്ടി സാധനം കോടതി സുരക്ഷിതമായിട്ട് അവിടെ സൂക്ഷിക്കണം. തൊണ്ടി ക്ലാർക്കുണ്ട് അവിടെ. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ സുരക്ഷിതത്വ വലയത്തിലിരിക്കും. അത് കോടതിയിലെ ട്രയൽ സമയത്ത് മാത്രമേ പ്രതിഭാഗം വാദിഭാഗങ്ങൾ ആ സമയത്താണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അന്നേരമാണ് കോടതി അത് കാണുന്നത്. അതിനു മുമ്പ് കോടതി അത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ നമുക്കിവിടെ സംഭവിച്ചത് എന്താണ്? അങ്കമാലി കോടതിയിലെ കേസിന്റെ കുറ്റച്ചാർജ് അല്ലെങ്കിൽ എഫ്ഐആർ ചെല്ലുന്ന ഉടൻ തന്നെ പൾസർ കയ്യിൽ ഇതിന്റെ ദൃശ്യം ഉണ്ടെന്നറിഞ്ഞ് ആ വക്കീലിനെ ഏൽപ്പിച്ചു, പൾസർ വക്കീലിനെ ഏൽപ്പിച്ചെന്ന് അറിഞ്ഞപ്പം തന്നെ പോലീസ് ആ തൊണ്ടി സാധനം കണ്ടെടുക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയപ്പം വക്കീല് ഓടിപ്പോയി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അങ്കമാലിയിലെ ആ ദൃശ്യം കൊടുത്തു. ആ ദൃശ്യം അങ്ങനെയാണ് പോലീസിന് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ദൃശ്യത്തിന്റെ കോപ്പി അല്ലെ പെൻഡ്രൈവിലെ മെമ്മറി കാർഡ് അവിടെ സൂക്ഷിച്ചു, കോടതി സൂക്ഷിച്ചു. പക്ഷെ നമുക്കറിയാം ഈ കേസ് അതിജീവിത പീഡിപ്പിക്കപ്പെട്ടത് 2017 ഫെബ്രുവരി 17 ഫെബ്രുവരി മാർച്ചില് അങ്കമാലി കോടതിയിലെ അതിജീവിതയുടെ ദൃശ്യം അത് ദിലീപും രണ്ട് അഡ്വക്കേറ്റും പരിശോധിക്കുകയാണ്. അപ്പൊ ആ പരിശോധന സമയത്ത് എന്തൊക്കെ അതിനകത്ത് മാറ്റം ചെയ്തു, അല്ലെങ്കിൽ എന്തൊക്കെ അതിന്റെ ഫോട്ടോ എടുത്ത് വാട്സാപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അതിജീവിതയുടെ ആ പീഡനത്തിന്റെ ദൃശ്യം പ്രതിയും പ്രതിയുടെ 2 വക്കീലും 2017 മാർച്ചിൽ കണ്ടു എന്നുള്ള കാര്യം അതിന് തർക്കമില്ല. പക്ഷെ അതിനുശേഷം ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ അത് കമ്മിറ്റ് ചെയ്തപ്പം ജില്ലാ ജഡ്ജിയുടെ കോടതിയിലെ അത് വീണ്ടും പരിശോധിക്കപ്പെട്ടു. അത് അവിടുത്തെ മഹേഷ് എന്ന് പറഞ്ഞാൽ ജില്ലാ ജഡ്ജിയുടെ PA ആണ് അത് പരിശോധിച്ചതെന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്.
അത് ജഡ്ജി പറഞ്ഞിട്ടാണ്, അന്നത്തെ ജഡ്ജി ഇന്ന് ഹൈക്കോടതി ജഡ്ജിയാണ്, അദ്ദേഹം പറഞ്ഞിട്ടാണ് അത് പരിശോധിച്ചെന്ന് ഇയാൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ വിചാരണ കോടതിയുടെ ജഡ്ജി തന്നെയായിരുന്നുവല്ലോ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ 3 തവണ എങ്ങനെയാണ്, ആരാണ്, ഏത് സാഹചര്യത്തിലാണ് കണ്ടത് എന്ന് പരിശോധിക്കുവാനായിട്ട് ഹൈക്കോടതി നിയോഗിച്ചത് വിചാരണ കോടതി ജഡ്ജി തന്നെയാണല്ലോ. താങ്കൾ ഈ പറഞ്ഞ ഈ രണ്ടാമത്തെ പരിശോധന, മെമ്മറി കാർഡ് രണ്ടാമത് പരിശോധിച്ച ജില്ലാ ജഡ്ജിയുടെ കൈവശം മെമ്മറി കാർഡ്, അല്ലെങ്കിൽ ജില്ലാ ജഡ്ജി ആയിരുന്നു അത് കൈകാര്യം ചെയ്യേണ്ടയാൾ, സൂക്ഷിക്കേണ്ടയാൾ. ആ സമയത്ത് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അത് 2018 ഡിസംബർ മാസം 13-ാം തീയതിയാണ് ഈ പരിശോധന നടന്നത്. ആ ദിവസം ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ വളരെ നമുക്ക് തന്നെ ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് നടക്കുന്നത്. വീട്ടിൽ കൊണ്ടുപോയാണ് ഈ ക്ലർക്കായ മഹേഷ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് എന്നാണ്. അതിപ്പോൾ ഈ വിചാരണ കോടതി ജഡ്ജിയും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു അനുവാദം ഒരു ജഡ്ജി ഈ ക്ലർക്കിന് നൽകുന്നത്? അതിൽ പറയുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ട് നമുക്കില്ലെങ്കിലും ആ അതിജീവിത തന്നെ ഹൈക്കോടതി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന ഉപഹർജിയിൽ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ജഡ്ജി ആദ്യം വീട്ടിൽ കൊണ്ടുപോയി ഇത് പരിശോധിക്കാൻ നോക്കിയതാണ്. പക്ഷേ അത് പിന്നീട് അദ്ദേഹം വേണ്ടെന്ന് വെച്ചിട്ട് ഈ ക്ലർക്കിനെ ഏൽപ്പിക്കുകയാണ്. ക്ലർക്കിനോട് അവിടെ വെച്ച് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ ഫോണിലിട്ട് നോക്കുവാനുള്ള അസൗകര്യം എന്തോ ഉണ്ട്, അതുകൊണ്ട് വീട്ടിൽ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി മെമ്മറി കാർഡ് ഇട്ട് നോക്കുകയാണ്. അതൊരു മൈക്രോമാക്സ് ഫോൺ ആണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ഇതൊക്കെ എങ്ങനെ ഒരു പൊതുസമൂഹത്തെ ഏത് രീതിയിൽ ഇത് ബോധ്യപ്പെടുത്തും? ഇത്തരത്തിലുള്ള ഈ തെളിവ് മൂല്യമുള്ള വസ്തുവകകൾ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന സാമാന്യ ബോധം പോലുമില്ല. അത് മാത്രമല്ല, ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്ന വിചാരണ കോടതി ജഡ്ജി എന്താണ് പറയുന്നത്? ഇത് ഈ ജില്ലാ ജഡ്ജി ക്ലർക്കിനോട് പറഞ്ഞ പ്രകാരമാണ് ഈ ക്ലർക്ക് ഈ മെമ്മറി കാർഡ് ഇട്ട് നോക്കിയതെങ്കിൽ അത് ലീഗലാണ്. അതല്ല, ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമല്ല ഈ ക്ലർക്ക് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതെങ്കിൽ അത് ലീഗലല്ല. ജഡ്ജി പറഞ്ഞിട്ടാണെങ്കിൽ അത് ലീഗലാണ്, ജഡ്ജി പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഇല്ലീഗലാണ്. എന്തൊരു കണ്ടെത്തലാണിത്? ഇല്ല, ഇത് പൊതുവേ നമ്മൾ നോക്കിക്കഴിയുമ്പം ഒരു ദൃശ്യം, ഇത് തൊണ്ടി മെറ്റീരിയൽ ഓബ്ജക്റ്റ് 3 കോടതിയിൽ, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് അങ്കമാലിയിലും ജില്ലാ ജഡ്ജിയിലും വിചാരണ കോടതിയിലും ഇത് പരിശോധിച്ചിരിക്കുന്നു. അത് സാക്ഷികളെ കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സന്ദർഭത്തിലല്ല, അല്ലാതെയാണ് പരിശോധിച്ചിരിക്കുന്നത്. കോടതിയിലല്ല സാർ പരിശോധിച്ചത്. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ പറഞ്ഞു കോടതിയിലല്ല പരിശോധിച്ചത്. കോടതിയിലല്ല പരിശോധിച്ചത് എന്നുള്ള മറ്റൊരു കാര്യം. കോടതിയിലാണ് പരിശോധിച്ചെങ്കിൽ അതിന് റൈറ്റ് പ്രൊട്ടക്ടർ പോലെയുള്ള സാങ്കേതിക സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അങ്ങനെ ചെയ്യുകയും ഉണ്ടല്ലോ പരിശോധന നടത്തുന്നത്. പക്ഷേ ഇത് ക്ലർക്കിന്റെ വീട്ടിൽ പോയി സ്വന്തം ഫോണിലിട്ട് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ 3ാമത്തെ സംഭവം, ഈ വിചാരണ കോടതി ജഡ്ജിയുടെ പക്കൽ ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്ന സമയത്ത് പരിശോധിച്ചത് താജുദ്ദീൻ എന്നുള്ള ഒരു കോടതി ജീവനക്കാരനാണ്. ഇത് ഈ വിചാരണ കോടതി ജഡ്ജി തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. ശിരസ്ദാർ, ഇത് എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്? ഈ മൂന്ന് പരിശോധന നിയമവിരുദ്ധം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അതിനെ സംബന്ധിക്കുന്ന ഒരു ജില്ലാ കോടതിയിലെ ഒരു ജഡ്ജ് ഒരു അന്വേഷണം നടത്തി കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിയിലെ അത് അതിനകത്ത് ഉൾപ്പെട്ടവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടായി പോയി എന്ന് അതിജീവിതം പറഞ്ഞു കഴിഞ്ഞു. ആ ജസ്റ്റിസ് ഏതായാലും അതിന്റെ കോപ്പി അതിജീവിതയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ആ മൊഴിയുടെ പകർപ്പും ആ റിപ്പോർട്ടും കോപ്പി കിട്ടിക്കഴിഞ്ഞു. അത് വെളിയിലോട്ട് വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ജില്ലാ ജഡ്ജി ആയിരുന്ന ആ വ്യക്തി പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായി. അപ്പൊ ഇതിനകത്ത് ഒരു കോടതി ജഡ്ജി ഒരു സദുദ്ദേശത്തോടെ പരിശോധിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ആദ്യം അങ്കമാലി കോടതി കൊടുത്ത ആ സബ് ജഡ്ജ്, ഇപ്പൊ അവർ സബ് ജഡ്ജായി. അന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ലീന റഷീദ് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ മൊബൈലിൽ സൂക്ഷിച്ചു തുടക്കത്തില്. അന്നൊരു സംഭവം കൂടെ ഉണ്ടായി. അന്നാണ് ദിലീപിന് 2 വക്കീലും ആ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത് പരിശോധിച്ചിരിക്കുന്നു. എത്ര കോപ്പി എടുത്തിട്ടൊന്നും നമുക്കറിയില്ല. അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ കേസിന്റെ സംഭവത്തിന്റെ ഇടയ്ക്ക് ഈ പരിശോധനയ്ക്ക് ശേഷം ദിലീപിന്റെ വീട്ടില് ഒരു ടാബിലിട്ട് ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ അനിയനും ആലുവാക്കാരൻ ഒരാളും അത് കണ്ടു എന്ന് ബാലേന്ദ്രന്റെ ആ സംവിധായകന്റെ മൊഴിയിലുണ്ട്. അത് സത്യമാണെന്ന് പറഞ്ഞു. ആ ദൃശ്യങ്ങൾ പിന്നീട് ബോംബെ കൊണ്ടുപോയി മാറ്റി. ആ മാറ്റിയത് ഇപ്പൊ റിട്രീവ് ചെയ്തിട്ടുണ്ട്. പൊതുവെ നോക്കിക്കഴിഞ്ഞാല്
അത് ഇനി ഒരു വിശദമായ അന്വേഷണം അതിനകത്ത് വേണം. അതാണ് അതിജീവിത ഇപ്പൊ ഹൈക്കോടതി പറയുന്നത്. കോടതിയിലെ ഒരു തൊണ്ടി മുതലിന് എന്തെങ്കിലും മാറ്റമോ തൊണ്ടി മുതലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ടാമ്പറിങ്ങോ ഉണ്ടായാൽ, ഇപ്പൊ നമുക്കറിയാം ആന്റണി രാജുവിന്റെ ഒരു കേസ് ഇപ്പൊ അതുപോലെ നടന്നു പോവുകയാണ്. അങ്ങനെ ഒരു ടാമ്പറിങ് ഉണ്ടായാൽ അതിനെ സംബന്ധിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്താനേ പറ്റുള്ളൂ. കോടതിക്ക് തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയില്ല. കോടതി അങ്ങനെ പ്രാഥമികമായി ഇപ്പം അങ്ങനെ ഒരു അനധികൃതമായ പരിശോധന നടന്നു, അതിന്റെ ദൃശ്യങ്ങൾ വെളിയിൽ പോയിട്ടുണ്ട് എന്ന് ആ പ്രാഥമിക റിപ്പോർട്ടിനകത്ത് വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് അതേപ്പറ്റി തീർച്ചയായിട്ടും തൊണ്ടി മുതലിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ, അതിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, അത് ദൃശ്യങ്ങൾ എല്ലാവരുടെയും കയ്യിൽ പോയിട്ടുണ്ടോ, അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് ശ്രീ ജോർജ് ജോസഫ്, ശ്രീ രാഹുൽ ഈശ്വർ ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഈ 3 തവണയും ഇല്ലീഗലായിട്ട് ആക്സസ് നടന്നിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഈ വിചാരണ കോടതി ജഡ്ജി തന്നെയാണല്ലോ ഈ അന്വേഷണവും നടത്തിയത്. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ, ഈ വിചാരണ കോടതി ജഡ്ജിക്ക് ഈ അന്വേഷണ ചുമതല ഏറ്റെടുക്കുന്നതിൽ ഒരു വൈമനസ്യവും ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഇങ്ങനെ 3 തവണ ആക്സസ് ചെയ്ത സമയത്ത് 2 തവണയും അവർ വിറ്റ്നസ്സാണ്. ആ 2 കേസിലും അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. ഈ 2ാമത്തെയും 3ാമത്തെയും ജില്ലാ ജഡ്ജിയുടെ പരിശോധന ഉണ്ടായ സമയത്തും 3ാമത്തെ പരിശോധന എന്ന് പറയുന്നത് ഇതേ വിചാരണ കോടതി ജഡ്ജി തന്നെയാണല്ലോ ആ പരിശോധനയിൽ ഉണ്ടായിരുന്നതും. അവരുടെ ശിരസ്താകാണല്ലോ പിന്നീട് പരിശോധിച്ചതായിട്ട് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. അപ്പോൾ അവർക്ക് ഈ അന്വേഷണം ഏറ്റെടുക്കുന്നതിൽ തന്നെ ഒരു വൈമനസ്യം ഉണ്ടാകേണ്ടതല്ലേ? ഞാൻ ഉൾപ്പെട്ട ഒന്നായതിനാൽ ഞാൻ മാറി നിൽക്കുന്നു എന്ന് പറയേണ്ടതല്ലേ? അതുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ 3ഉം ഇല്ലീഗലാണെന്ന് കണ്ടെത്തിയതിനൊപ്പം എന്താണ് കാരണം, ഇതിലെന്ത് നടപടി ഉണ്ടാകണം എന്നൊന്നും പറഞ്ഞിട്ടുമില്ല. എന്താണ് രാഹുൽ ഇതൊക്കെ? ഒന്ന്, അതിജീവിത റേസ് ചെയ്ത കൺസേൺസ് അതിജീവിതയുടെ പ്രൈവസിയുടെ ഭാഗത്ത് നിന്ന് വളരെ ശരിയാണ്. അത് അലീവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പരിഹരിക്കാനും അഡ്രസ് ചെയ്യാനും ഏതറ്റം വരെയും നമ്മുടെ പൊതുസമൂഹവും കോടതിയും മാധ്യമങ്ങളും പോകണമെന്ന കാര്യത്തിൽ സംശയമില്ല. 2, ഹിന്ദു പോലെയുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട പത്രം ഏകദേശം 5 മണിക്കൂർ മുമ്പ് അവരുടെ വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ദൃശ്യങ്ങൾ ലീക്കായി, ദൃശ്യങ്ങൾ കോപ്പി ചെയ്തു, ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്തു എന്നൊക്കെ ഉള്ളതാണ്. ടാമ്പറിംഗ് എന്ന വാക്ക് എവിടെയും വന്നില്ല, ദൃശ്യങ്ങൾ കോപ്പി ചെയ്തു എന്ന് എവിടെയും വന്നില്ല, ദൃശ്യങ്ങൾ ലീക്ക് ചെയ്തു എന്ന് എവിടെയും വന്നിട്ടില്ല. ആകെ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ഈ എൻക്വയറി റിപ്പോർട്ട് റിജക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന ഗ്രൗണ്ടുകൾ 3 പേര് ഈ അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് മാത്രമേ ഇതിലുള്ളൂ, ഇല്ലീഗൽ അല്ല, അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തു എന്ന ആരോപണമുള്ളൂ. ഒന്ന് ലീന റഷീദാണ്, അന്നത്തെ JFCM അങ്കമാലി. 2, മഹേഷ് മോഹൻ, പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫ് ദി പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജ്, അദ്ദേഹം ഇപ്പോൾ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയാണ്. 3, താജുദ്ദീൻ, അന്നത്തെ സ്ഥിരസ്റ്റാർ ഓഫ് ദി ട്രയൽ കോർട്ട്. ഈ 3 പേരാണ് ഇത് ആക്സസ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ആക്സസ് ചെയ്തതിന്റെ ഏതെങ്കിലും ശരിയോ തെറ്റോ, പ്രോപ്പറോ ഇംപ്രോപ്പറോ തുടങ്ങിയ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ. മെയ് 20 കേസ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഇത് ലീക്ക് ചെയ്തിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾ എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയത്? ടാമ്പർ ചെയ്തു എവിടെ നിന്നാണ് താങ്കൾക്ക് വിവരം കിട്ടിയത്? അല്ല, താങ്കൾ അഫിഡവിറ്റ് അല്ലേ കോട്ട് ചെയ്തത്? ലീക്ക് ആയെന്നും വേറൊരാള് കണ്ടു എന്നും മഞ്ജുഷ് എവിടെന്നെങ്കിലും വിവരം കിട്ടിയോ? അതിജീവിതയുടെ അഫിഡവിറ്റ് താങ്കൾ കോട്ട് ചെയ്തോ ഇല്ലയോ? മഞ്ജുഷ് പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിജീവിത കഴിഞ്ഞ ദിവസം 7-ാം തീയതി അതിജീവിത ഹൈക്കോടതിയിൽ അതിജീവിത 7-ാം തീയതി ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് താങ്കൾ കണ്ടോ ഇല്ലയോ? അത് കോട്ട് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ അത് കോട്ട് ചെയ്തല്ലേ പറഞ്ഞത്? അത് കോട്ട് ചെയ്തത് ഇത് ഹിന്ദു പോലുള്ള എന്നാൽ അതിൽ 72-ാമത്തെ അല്ലല്ല 46-ാമത്തെ പേജിൽ അല്ലല്ല ശരി 46-ാമത്തെ പേജിൽ ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് അയച്ചു തരാം. ഈ എൻക്വയറി റിപ്പോർട്ട് റിജക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെന്നും അതിന് ഗ്രൗണ്ടായി 3 കാര്യങ്ങൾ കാണിച്ചിട്ടുമുണ്ട്. ശരി, അതിലൊന്നും ദൃശ്യങ്ങൾ ലീക്ക് ചെയ്തതായിട്ടോ കോപ്പി ചെയ്തതായിട്ടോ സംശയം ഉന്നയിച്ചിട്ടില്ല എന്നതാണ് താങ്കൾ പറയുന്നു അല്ലേ? ഹിന്ദുവിന്റെ റിപ്പോർട്ട് പ്രകാരം അതിൽ പോലും, അതായത് നമ്മൾ മീഡിയയിൽ പലപ്പോഴും ടാമ്പറിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ സീരിയസ് വാക്കുകളാണ്, അല്ലെങ്കിൽ ലീക്ക് ചെയ്തു എന്ന് പറയുന്ന സീരിയസ് വാക്കുകളാണ്. ഇതിൽ എവിടെയും ടാമ്പർ ചെയ്തു എന്നോ ലീക്ക് ചെയ്തു എന്നോ ഇല്ല. വേണമെങ്കിൽ നമുക്ക് പരത്തി ഡെക്കറേറ്റ് ചെയ്ത് ആലങ്കാരികമായി രാഹുൽ അതിജീവിതയുടെ കൺസേണിന്റെ ഒപ്പമാണെന്ന്. ഒരു സെക്കൻഡ് രാഹുൽ താങ്കൾ പറഞ്ഞു അതിജീവിതയുടെ കൺസേണിനൊപ്പമാണ് താങ്കളെന്ന്. താങ്കൾ പറഞ്ഞു അതിജീവിതയുടെ കൺസേണിനൊപ്പമാണ് താങ്കളെന്ന്. താങ്കൾ കേൾക്കുന്നുണ്ടോ? അതിജീവിതയുടെ കൺസേണിനൊപ്പമാണ് താങ്കൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 72-ാമത്തെ ഖണ്ഡികയിൽ അവർ അഫിഡവിറ്റിൽ പറയുന്നത് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് there is some malified intentions to include these observations in the report.
It appears that the inquiry authority എന്ന് പറയുന്നത് വിചാരണ കോടതി ജഡ്ജി തന്നെയാണല്ലോ, ഈസ് വെൽ അവെയർ ദാറ്റ് ദർ ഈസ് എവറി ചാൻസ് ഓഫ് ദ വിഷ്വൽസ് ആർ ബീങ് കോപ്പീഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ബൈ അൺഓതറൈസ്ഡ്ലി ആക്സസിംഗ് ദ മെമ്മറി കാർഡ് വൈൽ ഇറ്റ് വാസ് ഇൻ ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട്. അതിന്റെ ഏറ്റവും അവസാനം അതിന്റെ അവസാനം പറയുന്നത് above said baseless observations were included in the report as an advance bail to make a false justification that the same might have been leaked from the പെൻഡ്രൈവ് ഇൻ ദ കസ്റ്റഡി ഓഫ് ദ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ. അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറുടെ കസ്റ്റഡിയിലുള്ള പെൻഡ്രൈവിൽ നിന്നായിരിക്കും ലീക്ക് ചെയ്തത് എന്ന തെറ്റായ ഒരു ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ലീക്കേജ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 ഇല്ലീഗൽ ആക്സസിനെയും ന്യായീകരിച്ചിരിക്കുന്നത് ഈ എൻക്വയറി അതോറിറ്റി എന്ന് പറയുന്ന വിചാരണ കോടതി ജഡ്ജി എന്നാണ്. താങ്കൾ കോട്ട് ചെയ്തതിനെ എനിക്ക് നിരാകരിക്കേണ്ടി വരും, കാരണം അതിജീവിത തന്നെ ഈ കൺസേൺ ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിജീവിതയ്ക്കൊപ്പമാണ് താങ്കൾ ആദ്യം പറയുകയും ചെയ്തു. വിലയിരുത്താൻ കഴിയില്ല. മാധ്യമങ്ങളിൽ അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. ഉണ്ടത്രേ എന്ന് പറയുന്നതിന് ഉണ്ടത്രയല്ല, ഉണ്ട്. ഞാൻ അഫിഡവിറ്റാണ് വായിച്ചത്. 100% വസ്തുതകൾ 2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന്, ഈ കേസ് പ്രധാന കേസുമായിട്ട് യാതൊരു ബെയറിംഗും ഇല്ല. ഈ കേസ് പ്രധാന കേസിനെ ഒരു തരത്തിലും സ്വാധീനിക്കുകയോ ബാധിക്കുകയോ ചെയ്യുന്നില്ല. 4-5 മാസങ്ങൾക്കുള്ളിൽ ഈ കേസ് അവസാനിക്കാൻ പോവുകയാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത് ഒരു പുകമറയായി സൃഷ്ടിച്ചുകൊണ്ട് കോടതിയെയും നിയമ സംവിധാനത്തെയും ജുഡീഷ്യറിയെയും അപകീർത്തിപ്പെടുത്താൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ടോ എന്ന് നാട്ടുകാർ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഒറ്റ വരിയിൽ എന്റെ പോയിന്റ് മുഴുവൻ ട്രയൽ കോർട്ടിലുള്ള നടിയെ ആക്രമിച്ച കേസിലെ വിചാരണയും മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ അനധികൃതമായിട്ട് കണ്ടു എന്നുള്ള കാര്യവും രണ്ടും 2 കേസ് തന്നെയാണ്, അത് സംശയമില്ല. പക്ഷേ ഈ വിചാരണ കോടതിയിലെ ആ ട്രയലിനെ സ്വാധീനിക്കാൻ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടതിലൂടെ എന്നുള്ള ഒരു കൺസേണും ഉണ്ട് അതിജീവിതയ്ക്ക്. അതിനെ സ്വാധീനിക്കുന്ന കാര്യമുണ്ടല്ലോ. കാരണം ഫോറൻസിക് ലാബിൽ നിന്ന് തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഫോറൻസിക് ലാബിൽ നിന്ന് തന്നെ ഒരു റിപ്പോർട്ട് വിചാരണ കോടതി ജഡ്ജിക്ക് കിട്ടിയതാണല്ലോ. ഇല്ലീഗലായിട്ട് ആക്സസ് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം 2020 തന്നെ റിപ്പോർട്ട് കിട്ടിയതാണ്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് മറച്ചു വെച്ചു? ആ റിപ്പോർട്ട് മറച്ചു വെക്കുന്നതിനുള്ള കാരണം ആ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതാണ്. അതിനാൽ അതിലെ തെളിവുകൾ സ്വീകരിക്കരുത് എന്ന് കേസിലെ 8ാം പ്രതിയായ ദിലീപിന് കോടതിയിൽ വാദിക്കുവാനുള്ള അവസരം കിട്ടും. അതുണ്ടാക്കി കൊടുക്കലായിരുന്നു ശ്രീ രാഹുൽ ഈശ്വർ. അതിന് എവിടെയെങ്കിലും പോയി തെളിവുകൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതായിരുന്നു ഇതിന്റെ ഒന്നാമത്തെ ഇന്റൻഷൻ. അല്ല, 2 കാര്യങ്ങൾ ഇവിടെ. ഒറ്റ കാര്യം മാത്രമേ പൊതുജനങ്ങളോട് പറയാനുള്ളൂ. പൊതുജനങ്ങൾക്ക് മുമ്പിൽ കോടതിയുടെ വില ഇടിച്ചു കാണിക്കാനും ജഡ്ജിമാരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താനും ജുഡീഷ്യൽ സംവിധാനത്തെ കരിവാരിത്തേക്കാനും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെന്ന് ആർക്കെങ്കിലും കരുതിയാൽ കുറ്റം പറയാൻ കഴിയില്ല. ഒരു വരി കൂടെ പറഞ്ഞു. ഒരു പോയിന്റ് സമ്മതിക്കൂ. മുമ്പ് 4 പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചു, ഗ്രൂപ്പിലിട്ട് തട്ടുവന്ന കേസ് എന്തായി? അതിന്റെ അന്വേഷണം എവിടെ വരെയായി? 50 ലക്ഷം രൂപ ഒരു രാഷ്ട്രീയക്കാരന് കൊടുത്ത് ഈ കേസ് ദേശവാച്ചാൻ കളഞ്ഞു എന്ന് പറയുന്ന കാര്യം എന്തായി? കാവ്യമാധവനാണ് മാഡം എന്ന് പറഞ്ഞ ആഴ്ചകളോളം ചർച്ച ചെയ്ത് എന്തായി? മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ആളുകൾ കണ്ടു എന്നുള്ളത് കോടതി ജീവനക്കാർ കണ്ടു എന്നുള്ള കാര്യം തെളിഞ്ഞിരിക്കുകയാണല്ലോ. അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു താങ്കളൊക്കെ നേരത്തെ പറയുന്നത്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ ട്രെയിനിനെ ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന രാഹുൽ ഈശ്വറിന്റെ വാദം, അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അങ്ങയുടെ വോയിസ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും കേൾക്കാൻ കഴിയാത്തത്. അതിന് ക്ഷമിക്കണം. എന്തായാലും ഇത്തരം പുകമറകൾ കൊണ്ട് ജുഡീഷ്യറിയെ കരിവാരി തേക്കുന്നത് ഒരിക്കലും നല്ല പ്രവണതയല്ല എന്ന് സൂചിപ്പിക്കുന്നു. ശരി. ശ്രീ ബൈജു കൊട്ടാരക്കര, ഈ ട്രയൽ ഉണ്ടല്ലോ, യഥാർത്ഥ ട്രയൽ, ഈ നടിയെ ആക്രമിച്ച കേസിലെ, അതിനെ ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ശ്രീ രാഹുൽ ഈശ്വർ പറയുകയാണ്. ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് വിചാരണയെ ഒരു തരത്തിൽ ഇത് ബാധിക്കില്ല എന്ന്. പക്ഷേ വിചാരണ അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ആക്സസ് ചെയ്തതിലൂടെ എന്നതിന് ഒരു തർക്കവുമില്ലല്ലോ. ശ്രീ ബൈജു കൊട്ടാരക്കര, അത് 100% ശരിയാണ് മഞ്ജുഷ, യാതൊരു തർക്കവുമില്ല. ഈ വിചാരണയെ അല്ലെങ്കിൽ ഈ കേസിനകത്ത് ചില ആളുകൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവർ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാവാനാണ് 101% സാധ്യത. അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തു, ഇത് അവിടുന്ന് SFL ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ട് 2 വർഷത്തോളം അന്നത്തെ വിചാരണ കോടതിയിൽ ഇത് പൂഴ്ത്തിവെച്ചിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ 2 വർഷത്തോളം ഇത് പൂഴ്ത്തിവെച്ചിട്ട് അവസാനം ഈ കാര്യങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോ
അന്ന് അവിടുത്തെ ന്യായാധിപ പറഞ്ഞത് ഇത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് അയച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. അത് ചോദിച്ചതിന് ഒരാഴ്ചക്ക് മുമ്പ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അങ്കമാലി മജിസ്ട്രേറ്റിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഇത് 1 വർഷത്തോളം ഒരു മെമ്മറി കാർഡ് അവരുടെ കയ്യിൽ കൊണ്ട് നടന്നു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിലാണ് ഇവർ ഈ മെമ്മറി കാർഡ്, അതായത് ഒരു മജിസ്ട്രേറ്റിന്റെ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട കാര്യം, അതും ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി കാർഡ്, ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരു മെമ്മറി കാർഡ്, അത് എങ്ങനെയാണ് ഈ ഒരു മജിസ്ട്രേറ്റിന്റെ ഒരു പി ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ഇത് കൊണ്ട് നടക്കുന്നത് 1 വർഷത്തോളം. രണ്ടാമത്, നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ഇരുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ ശിരസാരങ്ങൾ മറ്റോ മഹേഷ് എന്ന് പറയുന്ന പേരുള്ള ആള് ഇത് തുറന്ന് പരിശോധിച്ചു എന്ന് സമ്മതിക്കുന്നു. തുറന്ന് പരിശോധിച്ചപ്പോ പരിശോധിച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ജഡ്ജി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞത്. എന്റെ ബലമായ വിശ്വാസം എന്താണെന്നറിയോ, ആ ജഡ്ജിനെ കൂടെ കുഴപ്പത്തിൽ ചാടിക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയെടുത്തൊരു കഥയാണ്. മൂന്നാമത്, ഇപ്പോ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന വിചാരണ കോടതിയിൽ നിന്ന്, ഇപ്പൊ ജില്ലാ ജഡ്ജിയായിട്ടിരിക്കുകയാണ്, പക്ഷെ വിചാരണ കോടതിയിൽ നിന്ന് ഇത് ആക്സസ് ചെയ്തു, അതൊരു വിവോ ഫോണിലിട്ട് കണ്ടു എന്ന് പറയും. അതിനെതിരെ ഒരു നടപടിയും ഇവർ കൊടുത്ത, അതായത് ഈ കോടതിയിൽ നിന്ന് കൊടുത്ത ഈ റിപ്പോർട്ടിന്മേൽ എന്താണ് വസ്തുതാപരമായിട്ടുള്ള സംഗതികളുള്ളത്? ആരെങ്കിലും ചോദ്യം ചെയ്തോ? പോലീസിന്റെ സഹായം തേടിയോ? ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇനി ഒരു കാര്യം, അല്ലല്ല, പോലീസിന്റെ സഹായം തേടിയുള്ളത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട്. അല്ലല്ല, അന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടതിനെ കുറിച്ച് ഏത് തരത്തിലുള്ള അന്വേഷണവും നടത്താം, ഏത് ഏജൻസിയുടെ സഹായം വേണമെങ്കിലും ചോദിക്കാം. അത് മാത്രമല്ല, അതിജീവിതയോടുകൂടി സഹകരിച്ച് വേണം, അവരുടെ ഭാഗം കൂടി കേട്ട് വേണം ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ. എങ്ങനെയാണ് ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പോയത് എന്ന് അവരുടെ അഭിപ്രായം കൂടി കേൾക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇത് അതിലും ഒതുങ്ങി നിൽക്കുന്നില്ല. എന്താണ് തുടർ നടപടി എന്ന് തീരുമാനിക്കുവാനും പറ്റുമായിരുന്നു ഈ അന്വേഷണം നടത്തിയ വിചാരണ കോടതി ജഡ്ജിക്ക്. ഇതൊന്നും ഉണ്ടായില്ല. അതിജീവിത പറയുകയാണ്, എന്നോട് ഇക്കാര്യത്തെ പറ്റി ചോദിച്ചിട്ട് പോലുമില്ല എന്ന്. അപ്പോൾ എന്ത് അന്വേഷണമാണ് ഇവിടെ നടന്നത്? അങ്ങനെയാണെങ്കിൽ ദിലീപിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് വിചാരണ കോടതി ജഡ്ജി അവിടെ നടത്തിയിരിക്കുന്നത് ഈ അന്വേഷണത്തിലൂടെ. അഞ്ജുഷേ, അതാണ് പറഞ്ഞത്. ഇത് തട്ടിക്കൂട്ടിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും കൊടുത്തുള്ള ഹൈക്കോടതിയിൽ. ഒന്നത്. രണ്ട്, ഈ ദിലീപിന്റെ സഹോദരി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരിക്കല് പോലീസ് റെയ്ഡ് ചെയ്തപ്പോ അവിടുന്ന് അവരുടെ ഫോണിൽ നിന്നൊരു സംഗതി കിട്ടി. എന്താണെന്നറിയാമോ? തൃശ്ശൂര് മുതല് എറണാകുളം വരെ ഒരു വണ്ടിക്കകത്ത് ഈ അന്ന് നടന്ന സംഭവങ്ങൾ മുഴുവൻ റീക്രിയേറ്റ് ചെയ്ത വീഡിയോ. ഈ വീഡിയോ പല ചാനലുകളിലും കാണിച്ചതാണ്. ആ സമയത്ത് ഞങ്ങളുടെ ഇതിലൊക്കെ ഇരിപ്പുണ്ട്. അന്നത്തെ ആ ക്ലിപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങള്. എന്തിനാണ് തൃശ്ശൂര് മുതൽ എറണാകുളം വരെ ഈ വീഡിയോ ഇവര് റീക്രിയേറ്റ് ചെയ്ത്? അത് കിട്ടിയത് സുരാജിന്റെ ഫോണിൽ നിന്നാണ്. ഈ റീക്രിയേറ്റ് ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ പുതിയ ന്യായീകരണങ്ങളുമായിട്ട് കുറെ ന്യായീകരണങ്ങളൊക്കെ വന്നിരുന്നു. എന്താണ് പറഞ്ഞതെന്നറിയാമോ? അതിനകത്ത് ആ വീഡിയോയിൽ ഏതോ സ്ത്രീ ശബ്ദമൊക്കെ വേറെ കാണുന്നു, അല്ലെ വേറെ കേൾക്കുന്നു. ഇതാണ് പറഞ്ഞത്. അങ്കമാലി കോടതിയിൽ വെച്ച് ദിലീപ് 6 സെക്കൻഡ് പോലും കാണാത്ത വീഡിയോ, 6 സെക്കൻഡ് പോലും അടുപ്പിച്ച് കാണാതെ ജസ്റ്റ് ഇട്ട് കാണിച്ചപ്പോ അത് കണ്ടു, ജസ്റ്റ് കണ്ടതേ ഉള്ളൂ എന്ന് വക്കീൽ പോലും പറഞ്ഞതിന്റെ വളരെ വ്യക്തമായ ഒരു അഫിഡവിറ്റ്, അതായത് ഏതാണ്ട് 12 മിനിറ്റോളമുള്ള വീഡിയോയുടെ ആ അഫിഡവിറ്റ്, അതിൽ പറയുന്ന ഫ്രെയിം ടു ഫ്രെയിം എഴുതിയെടുത്തത് സുരാജിന്റെ ഫോണിൽ നിന്നാണ് കിട്ടിയത്. ഈ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. എന്തിനാണ് റീക്രിയേറ്റ് ചെയ്യുന്നത്? ഈ വിചാരണയിൽ അട്ടിമറിക്കാൻ വേണ്ടിയല്ലേ? അപ്പൊ ഇതിനാരൊക്കെയാണ് കൂട്ടി നിൽക്കുന്നത്? ഇതിനെ എത്ര ന്യായീകരിച്ചാൽ ഇതിനെ ന്യായീകരിക്കാൻ പറ്റുമോ? കോടതിയുടെ ഭാഗത്ത് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ട് ഹൈക്കോടതി ഞാൻ ക്ഷമ പോലും പറയേണ്ടി വന്നത് ഒരിക്കൽ. അതുകൊണ്ട് ഞാൻ കോടതിയുടെ ഭാഗത്തേക്ക് ഇന്ന് കടക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ശരി, ഇതിനകത്ത് ഈ കോടതികളിൽ നിന്ന് ഇത് പോയത്, പണ്ട് നേരത്തെ ജോർജ് സാർ പറഞ്ഞതുപോലെ ഈ ആന്റണി രാജു ഷഡ്ഡിടിച്ചു മാറ്റിയതല്ല ഈ കേസ്. അതൊരു മയക്കുമരുന്നിന്റെ കേസായിരുന്നു. ഒരു ഷഡ്ഡിക്കഥയാണെന്ന് പറയാം, പക്ഷെ ഇതൊരു ഷഡ്ഡിക്കഥയല്ല. ഇത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അതാണ് ആ മെമ്മറി കാർഡിലുള്ളത്. അത് ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ, അത് ആരെങ്കിലും ഈ വിവോ ഫോണിലിട്ട് കണ്ടതിനകത്ത് മറ്റേതെങ്കിലും ആപ്പിലേക്കുള്ള ഇത് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എന്ത് ലാഘവത്തോടു കൂടിയാണ് രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞത് അത് ലീക്കായിട്ടൊന്നുമില്ല എന്ന്. ആ ഒരു കൺസേൺ, ഈ ലീക്കായിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത്, അല്ലല്ല, ഈ അന്വേഷണം നടത്തിയ ആളായിരുന്നു കണ്ടുപിടിക്കേണ്ടത് ലീക്കായിട്ടുണ്ടോ എന്ന്. അതുപോലും കണ്ടുപിടിച്ചിട്ടില്ല. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയുന്നില്ല. എന്നിട്ട് പറയുകയാണ് ലാഘവത്തോടു കൂടി അത് ലീക്കായിട്ടില്ലല്ലോ എന്ന്.
എന്റെ ശതമാനം ഇതിനകത്ത് സത്യം പുറത്തു വരാൻ അല്ല ഞാൻ അഫിഡവിറ്റ് വായിച്ച് കേൾപ്പിച്ചല്ലോ. ഇനി അതിനപ്പുറമൊന്നുമില്ല. ലീക്കായിട്ടുള്ള കൺസേൺ ഉന്നയിക്കുന്നത് അതിജീവിതയാണ്. അപ്പോൾ അവരോടൊപ്പമാണ് നിൽക്കേണ്ടത് രാഹുൽ ഈശ്വർ. ഞാൻ പറഞ്ഞത് ആ അഫിഡവിറ്റിൽ കൃത്യമായിട്ടും ലീക്കായിട്ടുണ്ട് എന്നുള്ള കൺസേൺ അതിജീവിത ഉന്നയിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കുവാനേ കഴിയുകയുള്ളൂ. അല്ലാതെ ഈ രാഷ്ട്രീയ കാര്യമൊന്നും പറഞ്ഞു സാങ്കേതികത്വം പറയണ്ട. ശ്രീ ജോർജ് ജോസഫ്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഈ വിചാരണയെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ. മഞ്ജുഷ പറഞ്ഞാൽ മതി. ഹാഷ് വാല്യൂ ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. താങ്കൾ എന്നോട് ചോദിച്ചു കൃത്യമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ പറഞ്ഞു ലീക്കായെന്ന് ആരെങ്കിലും കൺസേൺ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് കൺസേൺ അതിജീവിതം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തു. ഞാൻ അഫിഡവിറ്റ് വായിച്ചു കേൾക്കുകയും ചെയ്തു. വെറുതെ ആവശ്യമില്ലാതെ സാങ്കേതികം പറഞ്ഞു വരുന്നത് ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ ജോർജ് ജോസഫ്, ഇതിനകത്ത് ഇപ്പോൾ ഒരു കാര്യം ശരിയാണ്, വിചാരണ അതിൻ്റെ വഴിക്ക് നടക്കും. വിചാരണ അവസാനിക്കാറായ ഒരു ഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. പക്ഷേ എന്നുവെച്ച് ഇങ്ങനെ ഒരു വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേൺ അതിജീവിതം ഉന്നയിക്കുന്നു. അത് ഹൈക്കോടതി അതിനോട് റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെടുന്നു. അത് വിചാരണ കോടതി ജഡ്ജി തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചൊരു റിപ്പോർട്ട് നൽകുന്നു. ഇതിൽ ഈ നൽകിയ വിവരങ്ങൾ അനുസരിച്ച്, മുഴുവൻ അന്വേഷിച്ചിട്ടില്ല എങ്കിലും നൽകിയ വിവരങ്ങൾ അനുസരിച്ച് കോടതിയിൽ വെച്ച് തന്നെ ഇതെല്ലാം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതിൽ അന്വേഷിച്ച കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് ആരാണ്? ഈ വിചാരണ കോടതി ജഡ്ജി തന്നെയല്ലേ? അതിന് മുതിരാത്തത് അത് തീർച്ചയായിട്ടും ഒരു ചട്ടലംഘനം തന്നെയാണല്ലോ അവിടെ നടന്നിരിക്കുന്നത്. സംശയമില്ലാത്ത കാര്യമല്ലോ. നമ്മൾ ആരും അത് സംശയിച്ചു പോവുകയും ചെയ്യുമല്ലോ. ഏതെങ്കിലും രീതിയിൽ ന്യായീകരണം അർഹിക്കുന്നതാണോ? ഒരു ന്യായീകരണമില്ല. നമുക്കിപ്പോൾ 3 കോടതിയെ പറ്റി ആ 3 കോടതിയും ദൃശ്യം കണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് വളരെ ഡീപ്പായിട്ടൊരു അന്വേഷണം ആവശ്യമാണ്. അതാണ് ഹൈക്കോടതി ഇനി ചെയ്യുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഒരു തൊണ്ടി ആർട്ടിക്കിള് ഈ പലരും ഈ വിചാരണ തീർന്നില്ല, വിചാരണ തുടങ്ങിയതുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ ഒരു കേസ് കുറ്റച്ചാർജ് കൊടുത്തതിന് അടിസ്ഥാനപരമായ കാര്യമുണ്ട് ഈ ദൃശ്യം തന്നെ. ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച അതിജീവിതയെ പീഡിപ്പിച്ച അതിന്റെ പുറത്താണ് ഈ കേസ് ബിൽഡ് ചെയ്തത്, അല്ല വേറെ ഒഫൻസ് ഒന്നുമില്ല. അപ്പൊ അതിന്റെ ആ വിചാരണ കോടതിയിൽ ഇരിക്കുന്ന ദൃശ്യമാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അടിത്തറ. അതിലാണ് ആ കേസ് വന്നിരിക്കുന്നത്. അതിന് മാറ്റം സംഭവിപ്പിച്ചു, അത് ടാമ്പർ ചെയ്തു. ടാമ്പർ ചെയ്തെന്ന് രാഹുൽ ഈശ്വർ നേരത്തെ, ടാമ്പറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൽ നമ്മൾ ചെറിയ ഒരു പശ തേച്ചാലും ടാമ്പറിംഗ് ആയി. അല്ലാതെ അത് അതേപടി ഇരിക്കണം. അതിലെന്തെങ്കിലും ആരെങ്കിലും ടച്ച് ചെയ്യോ ഒരു സ്ക്രാച്ച് ഇടുവോ എന്ത് ചെയ്താൽ ടാമ്പറിംഗ് ആയി. അപ്പോൾ ടാമ്പറിംഗ് എന്ന് ഉപയോഗിക്കുന്ന വാക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനപരമായ ഈ മെറ്റീരിയൽ ഓബ്ജക്റ്റ് ടാമ്പർ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കോടതിയിലേക്ക് അവരുടെ സീക്രട്ട് അറയിൽ ഇരിക്കേണ്ട സാധനമാണ്. ഇപ്പോൾ ആ വിചാരണ കോടതിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ അങ്കമാലി മജിസ്ട്രേറ്റ് ഏകദേശം 1 വർഷം അത് അവരുടെ മൊബൈൽ സൂക്ഷിച്ചു. അവിടുത്തെ ശിരസ്താർ അദ്ദേഹത്തിന്റെ അതിൽ സൂക്ഷിച്ചു. പിന്നീട് ജില്ലാ ജഡ്ജി അവിടെ വന്നപ്പോൾ അന്ന് ഇപ്പൊ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ആ ജില്ലാ ജഡ്ജി, പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി. അദ്ദേഹത്തിന്റെ സമയത്തും അദ്ദേഹത്തിന്റെ PA അത് കണ്ടിരിക്കുന്നു. അതിനുശേഷം ഇപ്പം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജിയായിട്ട് അണിയം വർഗീസ് അവിടെ വന്നിരിക്കുകയാണ്. അവര് നേരത്തെ ഇരുന്ന സമയത്ത് അഡീഷണൽ ആയിട്ടുള്ള ചാർജ് ഇരിക്കുന്ന സമയത്ത് ട്രയൽ തുടങ്ങിയ സമയത്ത് അന്ന് അവിടെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തുടക്കത്തിലെ അന്ന് ഈ സംശയം പറഞ്ഞപ്പം രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ളവരെല്ലാം വളരെ എതിർത്ത് സംസാരിച്ചിരിക്കുന്നു. പക്ഷെ ഇന്നിപ്പം അതിലേക്ക് സത്യം വന്നു കഴിഞ്ഞു. നമുക്ക് ഇനി അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അല്ല, അദ്ദേഹം പറയും, ശ്രീ ജോർജ് ജോസഫ് പറയും ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞ കൺസേൺ ആണ്. ഒരു കാര്യം കൂടി പറയുകയാണ്. ഒരു കാര്യം കൂടി രാഹുലെ, ഒരു കാര്യം കൂടി എന്തുകൊണ്ട് പോലീസിനെയോ മറ്റ് ഏജൻസികളോ ആശ്രയിച്ചില്ല? മാറ്റമില്ല എന്ന് FSL റിപ്പോർട്ടിലുണ്ട്. ഞാൻ സമ്മതിക്കുന്നത്. രാഹുൽ പറയുന്നത് കേൾക്കൂ. ഞാൻ അടുത്ത കൺസേൺ വായിക്കാം. എന്തുകൊണ്ട് അന്വേഷണ ഏജൻസിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള സംശയം. അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കാമായിരുന്നുവല്ലോ ഈ ജഡ്ജിന് ഈ അന്വേഷണം നടത്തുന്ന സമയത്ത്. എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല? അതിന് അതിജീവിത പറയുന്ന കാര്യമുണ്ട്. അതിന് കാരണം
ഇത് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഏത് ഹൈഡ് ചെയ്യുന്നതിന്? The same were deliberately avoided to hide the material fact that the visuals were copied and transmitted by many persons, known and unknown, while the pen drive and memory card are in the custody of different courts, including the court in which the inquiry authority is the presiding judge. അതായത് ഇത് കോപ്പി ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു എന്ന കാര്യം മറയ്ക്കുന്നതിന് വേണ്ടി, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറയ്ക്കുന്നതിന് വേണ്ടി. ട്രാൻസ്മിറ്റ് ചെയ്യുന്നോ ഏതെങ്കിലും റിപ്പോർട്ടിലുണ്ടോ? അതിജീവിതയുടെ മനസ്സിലെ ആശങ്കയാണ്. ആശങ്ക അതിജീവിതയുടെ മനസ്സിലുള്ള ആശങ്കയ്ക്കാണ് പക്ഷേ ഫോറൻസിക് റിപ്പോർട്ടിൽ ഇല്ല സാർ. എന്ത് ചെയ്യാൻ പറ്റും? ശ്രീ ജോർജ്, എനിക്ക് ഒച്ചവയ്ക്കാൻ പറ്റില്ല. രാഹുലിന് മറുപടി താങ്കൾ കൊടുത്തോളൂ. അല്ല രാഹുലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തായാലും ഹൈക്കോടതി ഇപ്പൊ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്തു. ആ റിപ്പോർട്ട് കൊടുത്ത് അത്ര തൃപ്തികരമല്ല എന്ന് അതിജീവിത പറഞ്ഞു കഴിഞ്ഞു. കാരണം അതിനകത്ത് വേറൊരു അതിജീവിതയുടെ സഹകരണം ചോദിച്ചില്ല ആ അന്വേഷണം നടത്തിയ സമയത്ത് ജില്ലാ ജഡ്ജി. അതുപോലെ തന്നെ അവരുടെ പ്രോസിക്യൂട്ടർ ചോദിച്ചില്ല, അവരെ കേൾച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ ഇപ്പൊ ഇരിക്കുന്ന ജഡ്ജിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഈ 3 കോടതിയിലും അവരുടെ സ്റ്റാഫ് ചെയ്തതാണെങ്കിൽ അങ്ങനെ പറയട്ടെ. അതിന് ജഡ്ജസിന് പങ്കില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അത് എന്തായാലും ഇതിനെ സംബന്ധിക്കുന്ന ഒരു എഫ്ഐആർ വരണം. കേസ് എടുത്തേ വെക്കുള്ളൂ. ഐ ജി റാങ്കിൽ ഒരാളെ കൊണ്ട് അത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിജീവിത. ആരെ കൊണ്ട് ഹൈക്കോടതി നിശ്ചയിച്ചോളൂ. ഒരു സീനിയർ ഡിവൈഎസ്പി, സീനിയർ SP അന്വേഷിക്കട്ടെ. അതിനകത്ത് ജഡ്ജസിന് എന്തെങ്കിലും റോൾ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കട്ടെ. കാരണം അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പൊ അവർക്ക് 3 പേരില്ലെങ്കിൽ ഇല്ല എന്ന് പറയട്ടെ. അങ്ങനെ ഇപ്പം വിചാരണ കോടതിയിലെ ജഡ്ജിക്ക് അത് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ 3 ജഡ്ജസ് അറിയാതെ അവരുടെ സ്റ്റാഫ്, അവരുടെ PA, അവരുടെ സ്ഥിരസ്ഥാർ അവരിത് സൂക്ഷിച്ചത് എന്തുകൊണ്ട്? അവരിത് ടാമ്പർ ചെയ്ത് എന്തുകൊണ്ട്? അവരവരുടെ കോർട്ട് പ്രോപ്പർട്ടി എന്തുകൊണ്ട് അവരുടെ പ്രൈവറ്റ് ആയിട്ട് അവരുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു? അവരുടെ മൊബൈലിൽ സൂക്ഷിച്ചു? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിയേ പറ്റുള്ളൂ. അതിലേക്ക് ഹൈക്കോടതി മൂന്ന് കോർട്ടുകളിലും സംഭവിച്ച കാര്യങ്ങൾ അതിപ്പോൾ അന്വേഷണം നടത്തിയ വിചാരണ കോടതി ജഡ്ജിക്ക് പോലും മറയ്ക്കാൻ പറ്റാത്ത രീതിയിലാണല്ലോ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ അതിൽ ഒരു നടപടിയും ആർക്കെതിരെയും ഉണ്ടാവില്ല എന്നാണോ ജസ്റ്റിസ് കമാൽ പാഷ ജനം വിശ്വസിക്കേണ്ടത്? ശരി, അദ്ദേഹത്തിലേക്ക് വരാം. അദ്ദേഹത്തെ ഒരു തവണ വിളിച്ചിരുന്നു, കിട്ടിയതാണ്. ചോദ്യം ചോദിക്കാൻ വൈകിയതുകൊണ്ടായിരിക്കും അദ്ദേഹം കട്ട് ചെയ്തിരിക്കുകയാണ്. ശ്രീ ബൈജു കൊട്ടാരക്കര, രാഹുൽ പറയുന്നത് ഒരു ടാമ്പറിംഗും ഉണ്ടായിട്ടില്ല. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് ഹാഷ് വാല്യൂവിൽ മാറ്റം ഉണ്ടായിട്ടില്ല. ഫയലുകളുടെ ഒരു സ്റ്റാൻഡിംഗും ഇല്ല. രാഹുൽ ഈശ്വർ പറയുന്നതല്ല, FSL റിപ്പോർട്ട് പറയുന്നത് ഞാൻ കോട്ട് ചെയ്തേ ഉള്ളൂ. ശരി ബൈജു, ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തുവെന്നും അത് ടാമ്പർ ചെയ്തെന്നും വളരെ വ്യക്തമായി ആ FSL റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ഈ 1 വർഷം യൗവനിക പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നത് ഈ കോടതിയിലെ ജീവനക്കാരൻ? ഇതെന്താ പുഴുകി തിന്നാനാ? അത് ഓരോ ദിവസം രാവിലെ എടുത്തു വെച്ചിട്ട് മെമ്മറി കാർഡ് വെച്ച് പൂജിക്കാനാണോ പോക്കറ്റിട്ട് നടന്നത്? എന്തിനാണ് ജില്ലാ കോടതിയിലെ പിന്നെ മഹേഷ് എന്ന് പറഞ്ഞവർ എന്തിനാണ് ഈ മെമ്മറി കാർഡ് എടുത്തവരെ അവരുടെ പോക്കറ്റിൽ കൊണ്ട് നടന്നത്? പൂജിക്കാനാണോ എല്ലാ ദിവസവും? വിഷു ആയിട്ട് പൂജിക്കാൻ വേണ്ടിയായിരിക്കും എല്ലാ വർഷവും എടുത്ത് മാറ്റി നോക്കിക്കൊണ്ടിരുന്നത്. അതേപോലെ ഹണിയം വർഗീസിന്റെ കോടതിയിൽ നിന്ന് ഒരാൾ എടുത്തു. എന്തിനാണ് എടുത്തത്? എടുത്തത് വിവോ ഫോണിലാണ് ഇട്ട് കണ്ടത്. എന്തിനാണ് ഇട്ട് കണ്ടത്? ഇത് പൂജിക്കാനാ? ഇത് പഴം പൊഴിഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നില്ല. റിപ്പോർട്ടിൽ ആരുടെയും പോക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല. മഞ്ജുഷ് ക്ലാരിഫൈ ചെയ്യണം. മഞ്ജുഷ് പറഞ്ഞാൽ ഞാൻ നിമിഷം അംഗീകരിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. മഞ്ജുഷ് പറയൂ. ജസ്റ്റിസ് കെമാൽ പാഷ, ഇപ്പോൾ അതിജീവിത നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം അനുസരിച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ കോടതികളിൽ? ഈ 3 കോടതികൾക്കും ഇങ്ങനെയുള്ള ഒരു അധികാര പരിധി ഉണ്ടോ? ഇതൊക്കെ ജനങ്ങൾ സംശയിച്ചു പോകുന്ന കാര്യമാണ്. അത് മാത്രമല്ല, ഈ വിചാരണ കോടതി ജഡ്ജി തന്നെ ഈ 3 കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ആർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടാകേണ്ട എന്നാണോ ജസ്റ്റിസ് കെമാൽ പാഷ? അങ്ങനെയല്ല മഞ്ജുഷ. അതായത് ഇങ്ങനെയുള്ള അധികാരമൊന്നും കോടതിക്കൊന്നും ഇല്ല. അപ്പൊ ഇത് ഉദാഹരണമായിട്ട് മജിസ്ട്രേറ്റ് കോടതി ഇതുകൊണ്ട് ഒന്ന് ഹാജരാക്കുന്നു, തൊണ്ടി മുതൽ കൊണ്ട് കൊടുക്കുന്നു. അത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ പ്രോപ്പർട്ടി രജിസ്റ്ററിനകത്ത് ചേർത്തിട്ട് പ്രോപ്പർട്ടിയുടെ സ്ട്രോങ് റൂം, അതായത് സേഫ് കസ്റ്റഡി വെക്കണം.
അതാ ചെയ്യേണ്ടത്. അല്ലാതെ അതെടുത്ത് പരിശോധിക്കേണ്ട ബാധ്യതയൊന്നും അല്ല, അതിനുള്ള അധികാരമൊന്നും മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ആ കോടതിയിലുള്ള ആർക്കും ഇല്ല. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ കമ്മിറ്റൽ കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഓഫീസ് പോലെയേ ഉള്ളൂ, വേറെ ഒന്നും കാര്യമൊന്നുമില്ല. അതായത് അത് എവിഡൻസ്, അതായത് അങ്ങോട്ട് കമ്മിറ്റ് ചെയ്ത് വിടാവുന്ന എവിഡൻസ് അങ്ങോട്ട് വിടണം, അത്രേ ഉള്ളൂ. ആ എവിഡൻസ് പരിശോധിക്കാനുള്ള അധികാരമൊന്നും ആ കമ്മിറ്റൽ കോടതിക്കില്ല. മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റൽ കോടതി മാത്രമാണ് അവിടെ. അതായത് കാരണം ട്രയൽ കോർട്ട് സെഷൻസ് കോടതിയാണ്, അവിടെ അയക്കുന്നു. ഇനി അവിടെ അയച്ചു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കേണ്ടത് എവിഡൻസിന്റെ സ്റ്റേജിലാണ്, അല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി ജഡ്ജിക്കോ അല്ലെന്നുണ്ടെങ്കിൽ അതേപോലെ കോടതി സ്റ്റാഫിനോ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല ഇവിടെ. അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ആ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമാണ്. അപ്പൊ അത് ഈ പറഞ്ഞേക്കുന്ന അതിജീവിതയുടെ എന്ന് പറഞ്ഞാൽ ഇത് ഈ പറഞ്ഞേക്കുന്ന ഒരു വലിയൊരു രോദനം തന്നെയാണ്. അതിന്റെ എന്ത് കഷ്ടമാണെന്നറിയോ? കാരണം അത് ഇത്രയും ഒരു ബുദ്ധിമുട്ട് സഹിച്ചു, അതിന്റെ കൂടെ വീണ്ടും അതിനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും പേടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്. ഇത് കണ്ടവനൊക്കെ കാണുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിലുള്ള വിചാരണയെ, ഒറിജിനൽ വിചാരണയെ ഇത് ബാധിക്കുമോ? ഇതിന്റെ തെളിവ് മൂല്യം അതൊന്നുമില്ല. അത് അതിനകത്ത് കാര്യം. പക്ഷെ വേറെ കാര്യമുള്ളത്, ആ ഒറിജിനൽ വിചാരണയിൽ ഹാജരാക്കിയേക്കുന്ന ഈ പെൻഡ്രൈവോ അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഈ മെമ്മറി കാർഡോ അത് ടാമ്പർ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വിചാരണയെ ബാധിക്കാം. പക്ഷെ അത് എഡിറ്റ് ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല, അതിനെ സംബന്ധിച്ചുള്ള തെളിവൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്, എഡിറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ആകെ കുഴപ്പമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു മാധ്യമത്തിന് പോലും ഇങ്ങനെയുള്ള ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ അല്ലെ ഒരു സഹോദരിയുടെ പേര് പുറത്താക്കാനോ അതിന് തിരിച്ചറിയത്തക്കവണ്ണമുള്ള എവിഡൻസ് കൊടുക്കാനോ ഒരു മാധ്യമത്തിന് പോലും അധികാരമില്ല. ഒരൊറ്റ മാധ്യമങ്ങൾക്കും ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ അത് ഒഫൻസാണ്. അതുപോലെ തന്നെ അന്നേരം അങ്ങനെയുള്ളപ്പോ ഇതിന്റെ പടം കാണിക്കുക, ഇതിന്റെ ഫോൺ വീഡിയോ പോലെ ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒഫൻസാണ്. അത് കാണുന്നവനെല്ലാം ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളവനാണ്. അത് ജഡ്ജി ആയാലും മജിസ്ട്രേറ്റ് ആയാലും ആരായാലും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഹൈഡ് ചെയ്യാനുള്ള ഒരു ശ്രമം വിചാരണ കോടതി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയും സംശയിക്കേണ്ടി വരില്ലേ? അത് അറിയില്ല. കാരണം അത് വിചാരണ കോടതി ജഡ്ജിക്ക് അത് അറിവ് കിട്ടിയെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് ഹൈക്കോടതി അറിയിക്കേണ്ട ബാധ്യത ഉണ്ടായിരുന്നു. അല്ല, 2020 തന്നെ അറിവ് കിട്ടിയിരുന്നു എന്നാണ്. കാരണം ലാബിൽ നിന്ന് കിട്ടിയതാണല്ലോ, ലെറ്റർ കിട്ടിയതാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞേ, അതിന്റെ ഹാഷ് വാല്യൂ വ്യത്യാസം വന്നു, ഇത് കുഴപ്പമുണ്ട്, ഇത് വേറെ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ തെളിവ് കിട്ടിയിരുന്നെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു ആരാന്ന് വെച്ചാല്. അത് ചെയ്യാത്തത് തെറ്റാണ്, അത് ഉറപ്പാണ്. അത് മാത്രമല്ല, അതിനുശേഷവും ആക്സസ് നടന്നു, 2021 ആക്സസ് നടക്കുകയും ചെയ്തു. അതെ, അതാ ഞാൻ പറഞ്ഞേ. അതെങ്ങനെയായാലും അതൊക്കെ ഗുരുതരമായ വീഴ്ചകളാണ്. അത് ഞാനൊരു കാര്യം ചോദിച്ചത്, ഈ യഥാർത്ഥ വിചാരണയെ ബാധിക്കുമോ എന്നുള്ളത്. ഇതിപ്പോ അങ്ങനെ വിചാരണയെ ബാധിക്കുന്ന രീതിയിലാക്കാനുള്ള ശ്രമമാണോ, അങ്ങനെ ഒരു ഗൂഢാലോചനയാണോ ഇതിന് പിന്നിൽ? കാരണം അത് ഈ മെമ്മറി കാർഡ് യഥാർത്ഥമല്ല, ഇതിൽ ടാമ്പറിംഗ് നടന്നിട്ടുണ്ട് എന്ന് പ്രതിഭാഗത്തിന് വാദം ഉന്നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതായിരിക്കുമോ ഈ മെമ്മറി കാർഡിന്റെ ഇങ്ങനെ അത് പറയാൻ പറ്റത്തില്ല മഞ്ജുഷ്. കാരണം അത് അറിയാൻ വയ്യാത്ത അത് എവിഡൻസിനെ അനുസരിച്ചിരിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിലുള്ള ഒരു വാദം വരാൻ വേണ്ടിയുള്ള ഒരു ഇടപാടാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ, ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പൊ ഇതിനകത്ത് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് യഥാർത്ഥമല്ല, ഇത് എഡിറ്റഡ് ആണ് എന്ന് ചിലപ്പോൾ പ്രതിഭാഗത്തിന് പറയാൻ പറ്റിയേക്കും. പക്ഷെ അത് എഡിറ്റഡ് ആണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്തതല്ല ഒറിജിനലാണ് എന്നുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനുള്ളൊരു മിറർ കോപ്പി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ അതിജീവിതയുടെ അഭിഭാഷകയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിനുള്ള മാർഗങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ശ്രമങ്ങൾ നടക്കും എന്ന അറിവ് കിട്ടിയപ്പോൾ തന്നെ അത് ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉണ്ടായിരുന്നു, അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വിചാരണയെ ബാധിക്കില്ല എന്നാണ്. അതെ, അതായിരിക്കാം. അത് അവരത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇക്കാര്യത്തിൽ ഇതൊരു സെപ്പറേറ്റ് കേസായിട്ട് പോകും ഇല്ലേ? ഇത് വേറെ മറ്റേ കേസല്ല. ഇത് രണ്ടാമത് ഇത് ദുരുപയോഗം ചെയ്തതിന് വേറെ കേസാണ്. പക്ഷെ ഇതൊരു പ്രശ്നം എന്ന് പറയുന്നത് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ തകർക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അതെ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ ജുഡീഷ്യറിയുടെ ആകെ സമ്പത്ത് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അതിലുള്ള വിശ്വാസമാണ്.
വളരെ വലിയ ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട്. കാരണം അവസാന തത്താണി എന്നുള്ള ഒരു നിലയ്ക്ക് അതൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ആ കാര്യത്തിൽ തോന്നുന്നില്ല. കാരണം ഇതുപോലുള്ള തോന്നിവാസങ്ങളൊക്കെ നടക്കുമ്പോൾ എങ്ങനെ നമ്മളത് പറയുന്നത് ജനങ്ങളുടെ അടുത്ത്? നാണക്കേടുണ്ട്. എന്റെ പോലും തല ഉനിയാണ് ഈ കാര്യത്തിൽ, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഇതുപോലെ അതായത് വേലി വിളവ് തിന്നുക എന്ന് പറഞ്ഞാൽ വേലി കെട്ടുന്നത് ആരും അതിക്രമിച്ച് കയറാതിരിക്കാനും അന്ന് വിളവ് നശിപ്പിക്കാതിരിക്കാനുമാണ്. പക്ഷെ ആ വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ നോക്കും? അതിന് തുല്യമല്ലേ ഇത്? ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ജസ്റ്റിസ് കെമാൽ പാഷ, ഈ അന്വേഷണം നടത്തിയ ജഡ്ജിക്ക് ആ അന്വേഷണം ഏറ്റെടുക്കാതെ മാറി നിൽക്കാമായിരുന്നല്ലോ. കാരണം രണ്ട് സന്ദർഭത്തിൽ അവർ വിറ്റ്നസ് ആണല്ലോ, 2ഉം 3ഉം തവണ ഈ മെമ്മറി കാർഡിന്റെ ആക്സസ് ഉണ്ടായ സമയത്ത്. അപ്പോൾ അവർ അന്വേഷിച്ചത് തന്നെ ധാർമ്മികമായിട്ട് ശരിയാണോ? അല്ല, അതിനകത്ത് ആ പ്രശ്നവുമുണ്ട്. സത്യമാണ്, അത് നല്ല കറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം അത് യഥാർത്ഥത്തിൽ അത് ആ വിചാരണ കോടതി ജഡ്ജിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. കാരണം അറിവുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. അറിവുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം ഇതിനകത്ത് നേരത്തെ ടാമ്പർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിവ് അവർക്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വിചാരണ കോടതി എഴുതി ഇത് ഹൈക്കോടതി അറിയിക്കണമായിരുന്നു. മാത്രമല്ല ഹൈക്കോടതി തന്നെ ആ ആളിന് തന്നെ ഇതിനകത്ത് വെക്കാനും പാടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ശരി, നന്ദി ശ്രീ ജസ്റ്റിസ് കെമാൽ പാഷ. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിൽ ഒട്ടും വിശ്വാസ്യത വരാത്തതിന് കാരണം ഇതേ ജഡ്ജി തന്നെ ഈ മെമ്മറി കാർഡ് അനധികൃതമായിട്ട് കണ്ടതിനെ കുറിച്ച് അന്വേഷിച്ചതിലാണ്. അതുപോലും ഈ കേസിന്റെ വിശ്വാസ്യതയാണ് ബാധിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, 2 കാര്യങ്ങൾ. ഒന്ന്, ശ്രീ ജസ്റ്റിസ് കമാൽ പാഷ സാറിനെ പോലെ നമ്മളെല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തി ഒരു അഭിപ്രായം പറയുന്ന വേദിയിൽ ഞാനൊന്നും അഭിപ്രായം പറയാൻ പോലും യോഗ്യനല്ല. അദ്ദേഹത്തിന്റെ എല്ലാ അഭിപ്രായങ്ങളോടും സ്പിരിറ്റിനോട് യോജിക്കുന്നു. നമ്മുടെ എല്ലാ സീനിയറായ നമ്മളെല്ലാം ആദരിക്കുന്ന ജഡ്ജിയാണ്, നീതിന്യായ സംവിധാനത്തിന്റെ മുഖമാണ്. എന്നാൽ 2 പോയിന്റുകൾ നേരത്തെ പറഞ്ഞതിനോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എല്ലാവരുടെയും കേൾവിക്ക് വേണ്ടിയാണ്. അത് മഞ്ജുഷ് ഉത്തരം പറയേണ്ട കാര്യമാണ്. മഞ്ജുഷ് വളരെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഈ വിഷയം പഠിച്ച വ്യക്തിയുമാണ്. FSL റിപ്പോർട്ടിൽ ടാമ്പേർഡ് ആയിരുന്നു ഉണ്ടോ, യെസ് ഓർ നോ എന്ന് മഞ്ജുഷ് പറയണം. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞാണ്. FSL റിപ്പോർട്ടിൽ ആകെ പറയുന്നത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നാണ്, അല്ലാതെ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് പറഞ്ഞിട്ടില്ല. അത് ഞാനിവിടെ പറഞ്ഞില്ലോ. ഞാൻ പറഞ്ഞത് അതിജീവിതയുടെ കൺസേണിന്റെ കാര്യമാണ്, അല്ലാതെ എല്ലാവർക്കും കേൾക്കണില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താങ്കൾ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതിജീവിതയുടെ കൺസേൺ ആണ് പറഞ്ഞത്, അതിനൊപ്പമാണ് ഞാൻ പറഞ്ഞു. ടാമ്പേർഡൊന്നുമില്ല, അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ് 3 വട്ടം. അതിൽ ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളത് മെമ്മറി കാർഡിന്റെ ആണ്. അത് ഒരു തവണ കൂടെ ആവർത്തിച്ച് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞത് അതിജീവിതയുടെ കൺസേൺ ആണ്. അല്ല, താങ്കൾ ഹിന്ദു പത്രത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇവിടെ ആരും ലീക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോഴാണ് ഞാൻ ഈ സത്യവാങ്മൂലം എടുത്ത് വായിച്ചത്. അത്രേ ഉള്ളൂ. അല്ല, ആയിക്കോട്ടെ, ഞാൻ അങ്ങ് പറഞ്ഞതേ അല്ല പറഞ്ഞത്. ഒരു പക്ഷേ അങ്ങയുടെ കേട്ട് കാണില്ല. അപ്പൊ FSL റിപ്പോർട്ടിൽ ടാമ്പേർഡ് എന്ന് പറഞ്ഞിട്ടില്ല. 1. 2, ഇതിന് ഇംപ്രോപ്പറൈറ്റി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ May 20 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് വരികയാണ്. തീർച്ചയായും ഹൈക്കോടതി നടപടി എടുക്കട്ടെ. പക്ഷേ നേരത്തെ ശ്രീ ബൈജു കൊട്ടാരക്കരയും അല്ലെങ്കിൽ നേരത്തെ ജോർജ് ജോസഫ് സാറും അല്ലെങ്കിൽ ഇപ്പം കമാൽ പാഷ സാറും പറഞ്ഞ പോലെ ഇത് രണ്ടും 2 കേസുകളാണ്. ഈ പ്രധാന കേസിൽ ഇതൊന്നും ഒരു ബെയറിംഗ് ഇല്ല. പ്രധാന കേസ് 4 മുതൽ 5 മാസത്തിനുള്ളിൽ തീരുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഇതിൽ യാതൊരു ബെയറിംഗും ഇല്ല. ആരെങ്കിലും വേറെ ഇംപ്രോപ്പറായി ഇത് ആക്സസ് ചെയ്തിട്ടുണ്ടോ, അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായും കേസെടുക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പം ഇതിനും തർക്കമില്ല. ഇത് ജുഡീഷ്യറിയെ കരിവാരത്തേക്കാനോ മോശമാക്കി കാണിക്കാനോ പൊതുജനങ്ങളുടെ ഇടയിൽ വിശ്വാസത ഇല്ലാതാക്കാനോ ശ്രമിക്കരുത്. കമാൽ പാഷ സാറിന്റെ ലെവലിലല്ല നമുക്കുള്ളത്. അദ്ദേഹം ആ സംവിധാനത്തിനുള്ളിൽ ജുഡീഷ്യറിയെ മോശമാക്കി കാണിക്കാൻ ഇവിടെ ശ്രമിച്ചത് ആരാണ്? വെളിയിൽ നിന്നുള്ള ആരുമല്ല. വെളിയിൽ നിന്നും ആരുമല്ല മോശമാക്കി കാണിക്കാൻ ശ്രമിച്ചത്, ജുഡീഷ്യറിയിൽ തന്നെയാണ്. അല്ല, കമാൽ പാഷ സാർ പറഞ്ഞതിന് അതാ പറഞ്ഞു, എനിക്കൊരു റീജോയിൻഡർ പറയാൻ പോലും അവകാശമില്ല. പക്ഷേ ഇവിടെ ടാമ്പറിംഗ് നടന്നിട്ടില്ല, മെയിൻ കേസുമായി ബന്ധമില്ല. ഇതിൽ ആരെങ്കിലും ഇംപ്രോപ്പറേറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തീർച്ചയായും കണ്ടെത്തട്ടെ, അവരെ ശിക്ഷിക്കട്ടെ. അതിന് ആർക്കാ ഇവിടെ എതിർപ്പ്? ഇതിന് പലരും ഓർമ്മയുണ്ടോന്നറിയില്ല, ഇത് ബാക്കി പല കാര്യങ്ങൾക്കും വേണ്ടിയാണെന്നൊക്കെ പറയുകയുണ്ടായി. നമ്മുടെ ഹണിയം വർഗീസിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടേ. അങ്ങനെയൊന്നും അല്ലാതെ ഇപ്പം തെളിഞ്ഞു കഴിഞ്ഞു. ഇംപ്രോപ്പർ ആൻഡ് അൺഓതറൈസ്ഡ് ആക്സസ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർ കേസെടുക്കുക, അല്ലെങ്കിൽ അവര് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നടപടി മുമ്പോട്ട് കൊണ്ടുപോകും. രാഹുൽ, കുറച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഇരിക്കണം കേട്ടോ. ശ്രീമതി TV മിനി കൂടി ചേരുകയാണ്. മിനി, രാഹുൽ ഈശ്വർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ടാമ്പറിംഗ് ഒന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് കാര്യങ്ങൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ്. ഇത് 2 കേസായിട്ട് പരിഗണിക്കുന്നു, അങ്ങനെ പോകുന്നു. വിചാരണയെ ഒരു തരത്തിൽ ഇത് ബാധിക്കില്ല. ഇത് ജുഡീഷ്യറിയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി ചിലർ ചെയ്ത പ്രവർത്തികൾ ഇത്രയായിട്ട് മാത്രം കണ്ടാൽ മതിയെന്ന്, അതായത് ലഘൂകരിച്ച് കണ്ടാൽ മതിയെന്ന് മറുപടി. ഇന്ന് 2 ദിവസമായി രാഹുലിനോട് ഒരേ മറുപടിയാണ് ഞാൻ പറയണത്. ഇത് ആക്ച്വലി ടാമ്പേർഡ് ആണ്. ടാമ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 8ാം പ്രതി, ഞാനിപ്പോ സ്പെസിഫിക് ആയിട്ട് പറയാം, 8ാം പ്രതിക്കെതിരെ ഞങ്ങൾ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെന്ന്
തെളിഞ്ഞിട്ടുമില്ല. ഞങ്ങൾക്കൊരു അലിഗേഷൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറിയിലും വന്നിട്ടില്ല. പക്ഷെ എട്ടാം പ്രതിയും എട്ടാം പ്രതിയുടെ വക്കീലും എട്ടാം പ്രതിക്ക് വേണ്ടി സംസാരിക്കുന്നവരുമാണ് ഈ മെമ്മറി കാർഡിന്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസിന് വരുന്നത്. ഇതില് നമ്മളെ സംബന്ധിച്ച് ഒരു പെൺകുട്ടിയുടെ പ്രൈവസി അത് കോടതിയിലെ സ്റ്റാഫ് തന്നെ ദുരുപയോഗം ചെയ്തു. അതാണല്ലോ ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി എന്ന് പറഞ്ഞത്. ഇത് അങ്ങനെ ചെയ്ത ഒരു കാര്യത്തിൽ അത് ടാമ്പറിങ് നടത്തിയതാണോ, അത് ആ എവിഡൻസ് നശിപ്പിക്കാനാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. ഞാൻ വിശ്വസിച്ചത്, അതിജീവിത വിശ്വസിച്ചത്, അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും വിശ്വസിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി ഹൈക്കോടതിയിൽ പോകുകയും ഇത് ഫോറൻസിക്കിലേക്ക് വീണ്ടും നമ്മൾ അയക്കുകയും അത് 3 പ്രാവശ്യം ഇല്ലീഗലായിട്ട് എക്സസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇല്ലീഗൽ എക്സസ് ഈ രാഹുൽ ഈശ്വർ എപ്പോഴും ഉപയോഗിക്കുന്ന അൺഓതറൈസ്ഡ് എക്സസ് എന്നാണ്. നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷ സാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. അൺഓതറൈസ്ഡ് എക്സസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അധികാരമില്ലാതെ ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആക്സസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗലാണ്. ആ ഇല്ലീഗൽ ആക്സസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു കേസ് ട്രയൽ തുടങ്ങുന്നതിന് മുൻപ് ഒരു പെൻഡ്രൈവ് ഒരു ജുഡീഷ്യൽ ഓഫീസറുടെ കയ്യിലുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കയ്യിലുണ്ട്. ഇതൊന്നുമല്ലാത്ത കോടതിയിലെ ബെഞ്ച് ക്ലർക്കോ ശിരസ്താറോ ഈ ഡോക്യുമെന്റ് അയാളുടെ ഫോണിലിട്ട് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഷ് വാല്യൂ മാറുക വഴി അത് ടാമ്പറിംഗ് ആയി എന്നും, അങ്ങനെ ടാമ്പറിംഗ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റിന്റെ SFSL റിസൾട്ട് നമ്മൾക്കറിയാം. പക്ഷെ അതേ ഡോക്യുമെന്റ് SFSL റിപ്പോർട്ട് നമുക്കറിയുന്നതിന് മുൻപ് തന്നെ എട്ടാം പ്രതി സുപ്രീം കോടതിയിൽ പോയി ഈ SFSL റിപ്പോർട്ടിന് പകരം CFSL അതിന്റെ ഒരു റിപ്പോർട്ട് സംഘടിപ്പിക്കണമെന്ന് അത് സുപ്രീം കോടതി അനുവദിച്ചു. സുപ്രീം കോടതി അത് അനുവദിച്ചിട്ട് അത് ആർക്കും കാണിച്ചു കൊടുക്കരുതെന്നാ പറഞ്ഞ. അതായത് പ്രോസിക്യൂഷനോ അതിജീവിതയ്ക്കോ കൊടുക്കാൻ പാടില്ല, ഡിഫാക്ടോ കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ല. അത് ഓൺലി ഫോർ ദ എവിഡൻസ് ഓഫ് ഡിഫൻസ് ആണ്. അപ്പൊ ഈ ടാമ്പേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാഷ് വാല്യൂ മാറില്ല എന്തുമായിക്കോട്ടെ, അവർ ഇനി ടാമ്പേർഡ് ആണോ ഫോർജറി ആണോ എന്ത് പറഞ്ഞാലും ഹാഷ് വാല്യൂ മാറിയിരിക്കുന്ന ഈ ഡോക്യുമെന്റിന് അതിന്റെ CFSL നിന്നാണ് റിപ്പോർട്ട് വരുന്നത്. CFSL റിപ്പോർട്ട് വരുമ്പോൾ അത് നമ്മൾ ആരും കാണുന്നില്ല. ഈ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്ന ഡോക്യുമെന്റ് 30/1/20 മാർക്ക് ചെയ്യുകയാണ് PW1 വഴി, എന്താ വെച്ച് വിക്ടിം വഴി എന്ന് പറഞ്ഞ ആ ടാമ്പേർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അവിടെ മാർക്ക് ചെയ്തത്. ഇത് ഫോറൻസിക് SFSL ഡയറക്ടർ ആയിട്ടുള്ള സുനിലിനെ വിസ്തരിക്കുമ്പോൾ ഈ നമ്മുടെ ഈ റിപ്പോർട്ടിൽ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി റിപ്പോർട്ടിൽ ഇപ്പൊ ഹണി മാഡത്തിന് മോശക്കാരിയാക്കാൻ നമ്മളാരും ശ്രമിച്ചിട്ടില്ല. ഈ ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി റിപ്പോർട്ടിൽ ഹണി മാഡം പറയുന്ന സെന്റൻസ് ഉണ്ട്. 10/1/20 റീ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്തതിനു ശേഷം ഈ മൈജു പൗലോസ് എന്ന് പറഞ്ഞ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്റെ ചാമ്പറിൽ വരിക. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. മിനിമാടത്തിലേക്ക് വരാം. ശ്രീ ബൈജു കൊട്ടാരക്കര, എന്താണ് നടക്കുന്നത് എന്നതിന്, അതായത് ഈ ടാമ്പേർഡ് ആണോ എന്നുള്ള കാര്യത്തിൽ അതിജീവിതയ്ക്കുള്ള കൺസേൺ ആണ് മിനി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കും അത് ബോധ്യമുള്ള കാര്യമാണല്ലോ. പക്ഷേ രാഹുൽ അതിനെ മറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഈ ഹാഷ് വാല്യൂ ഫയലിൻ്റെ മാറിയിട്ടില്ല എന്നതുകൊണ്ട് എല്ലാം സേഫാണ്, ആരുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. ശ്രീ ബൈജു കൊട്ടാരക്കര, അത് അവരൊക്കെ പണ്ട് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മഞ്ജുഷ്, ഈ സംഗതി നടന്നതിന്റെ അന്ന് മുതൽ തന്നെ ന്യായീകരണത്തിന് വേണ്ടി വന്ന ആളുകൾ അന്ന് മുതൽ ഇന്നും അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം. ഈ പറഞ്ഞതിൽ ആളുകൾ എല്ലാവരും പറയുന്നു ഇത് 2 കേസാണെന്ന്. ഞാൻ പറയുന്നു 2 കേസല്ല. 2 കേസായിരിക്കാം, പക്ഷേ ഇതിലെ പ്രധാന കേസിലെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്, യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അങ്കമാലി കോടതിയിൽ നിന്ന് ഈ സാധനം അടിച്ചു മാറ്റിയതും അവരുടെ പോക്കറ്റിൽ നടന്നെന്ന് മാത്രമല്ല, ഇത് അടിച്ചു മാറ്റി അവിടുന്ന് കൊണ്ടുപോയിട്ട് അവരിത് ടാമ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംഗതികൾ മുഴുവൻ ഇത് റീക്രിയേറ്റ് ചെയ്യാൻ നടന്നത്? ഈ റീക്രിയേറ്റ് ചെയ്ത് എന്തിനാണ്? അത് നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ, അതിന്റെ വിഷ്വൽസ് എല്ലാവരും കണ്ടതാണല്ലോ. അവിടെ മുതൽ ദിലീപും അനിയനും മളിയനും എല്ലാം കൂടെ പിന്നെ ഇന്നോവയ്ക്കകത്തിരുന്ന് ഈ സംഗതി ലാപ്ടോപ്പും മടിയിൽ വെച്ച് ഈ അന്ന് എന്തൊക്കെ നടന്നു അത് അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് വീഡിയോ. അത് എന്തിനാണ് അത് ചെയ്തത്? അപ്പൊ ഈ മെയിൻ ഒബ്ജക്റ്റില് അതിനകത്ത് തിരിമറി നടത്താൻ വേണ്ടിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഈ മെമ്മറി കാർഡ്, അതായത് ഇപ്പൊ ആസിറ്റീസ് ഉണ്ടായിരിക്കുന്ന മെമ്മറി കാർഡ്, അത് വളരെ വിശദമായ ഒരു പരിശോധനയ്ക്ക് അയച്ചാൽ വളരെ വ്യക്തമായി അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകും.
അതിനകത്ത് എന്തെല്ലാം തിരിമറിയാണ് നടത്തിയിരിക്കുന്നുള്ളത്. ഇനി ആ മെമ്മറി കാർഡ് തന്നെയാണോ പഴയതെന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ടെക്നോളജി അത്രയും വളർന്ന സമയമാണ്. അതുകൊണ്ട് അത് ചെയ്ത അത്രയും തെളിവുകൾ കണ്ടെത്തിയ പോലീസിനെ പോലും ഇതിനകത്ത് ഒരു വാക്ക് പോലും ചോദിക്കാതെ എന്തോ തട്ടിക്കൂട്ടി ഒരു റിപ്പോർട്ട് എടുത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുമോ ഇല്ലയോ? ശരി, ശ്രീമതി ടി ബി മിനി, താങ്കൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ട് ടാമ്പേഡ് എന്ന് പറയുന്നു എന്നതാണല്ലോ. അത് കണ്ടിന്യൂ ചെയ്തോളൂ, താങ്കൾ പറഞ്ഞു വന്നത്. അതെ അതെ, അത് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ അങ്ങനെ വന്ന് ഈ റിപ്പോർട്ട്, അതായത് ഇതൊരു ഡോക്യുമെന്റ് ആണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏക തെളിവുമാണ്. അതായത് ഈ വിഷ്വൽസ് പകർത്തിയ മെമ്മറി കാർഡാണ്. അവിടെ ആ മെമ്മറി കാർഡ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഡേറ്റുകൾ ശ്രദ്ധിക്കണം. 10/1/20 ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ, ഈ റിപ്പോർട്ടിലുള്ളതാണ് കേട്ടോ, ഞാൻ വേറെ അല്ല പറയണത്, ഈ ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ടില് 10/1/20 ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ വന്നിട്ട് പറയുന്നു, സുനിൽ FSL സുനിൽ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ടാമ്പേർഡ് ആണ്, ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് പറയുന്നു. ചാമ്പറിൽ വന്ന അയ്യോ ജഡ്ജിനോട് പറയുന്നു, ജഡ്ജിനെ നേരിട്ട് ഫോൺ ചെയ്യുന്നു സുനിലിന്. സുനില് ജഡ്ജുമായി സംസാരിക്കുന്നു, മാഡം ഇത് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് ഇതിന്റെ എന്ന് പറഞ്ഞാൽ ആരോ ഇത് അവരുടെ ഫോണിലിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റിലിട്ടോ കണ്ടു എന്നാണ് അതിന്റെ അർത്ഥം. കാണുക എന്ന് പറഞ്ഞാൽ അതാണ് സാങ്കേതികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ മെമ്മറി കാർഡ് കമ്പ്യൂട്ടറിലോ ഫോണിലോ ഇട്ടിട്ട് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യാതെ നിങ്ങൾക്കിത് കോപ്പി ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വന്നിട്ട് ഇത് തിരിച്ചറിഞ്ഞ് ഈ ഹാഷ് വാല്യൂ അപ്പം മാറണം എന്നില്ല. അങ്ങനെ വെറുതെ ഇട്ട് ഒന്നും ചെയ്യാതെ ഓപ്പൺ ചെയ്യാതെ കോപ്പി ചെയ്താൽ ആ ഹാഷ് വാല്യൂ മാറില്ല. അതേസമയം ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഹാഷ് വാല്യൂ മാറുന്നത്. അങ്ങനെ 10/1/20 എന്നെ ഇൻഫോം ചെയ്തു എന്ന് ഈ ഫാക്ട് ഫൈൻഡിംഗ് എൻക്വയറി അതോറിറ്റി ആയിട്ടുള്ള ജില്ലാ ജഡ്ജി അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് അത് അറിയാമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ പറഞ്ഞു നിങ്ങൾ അതിന്റെ റിപ്പോർട്ട് എനിക്ക് അയക്കും എന്ന് പറഞ്ഞു. 29/1/20 അങ്ങനെ ഒരു റിപ്പോർട്ട് ഈ കോടതിയിലെത്തി. അപ്പൊ കോടതി എന്ത് ചെയ്യണം? മിനിമം ഈ അറിഞ്ഞ കാര്യം സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് സംസാരിക്കണം. വേറെ പ്രോസിക്യൂട്ടർക്ക് അറിയില്ലല്ലോ. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു തെളിവും പ്രോസിക്യൂട്ടറെ കിട്ടുകയോ പ്രോസിക്യൂട്ടറെ ആരെങ്കിലും വിളിച്ചു പറയുകയോ ചെയ്തിട്ടില്ല. PW1 എക്സാമിൻ ചെയ്തപ്പോ മാർക്ക് ചെയ്ത ഡോക്യുമെന്റ് ഈ ടാമ്പേർഡ് എന്നോ ഫോർജ്ഡ് എന്നോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് എന്നോ പറയുന്ന ഈ ഡോക്യുമെന്റ് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് സുനിലിനെ വിസ്തരിച്ചപ്പോഴെങ്കിലും ഇപ്പൊ കോടതി ഒരുപാട് ചോദ്യങ്ങൾ പല സാക്ഷികളോടും ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് കോടതിക്ക്. കോടതിയോ ആരെങ്കിലും ചോദിച്ച് ഈ ഡോക്യുമെന്റ് ഹാഷ് വാല്യൂ മാറിയതല്ലേ, ഈ ഹാഷ് വാല്യൂ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യണത്, ഇന്ന ഹാഷ് വാല്യൂ ഉള്ള ഇന്ന ഒരു ഡോക്യുമെന്റ്, ഇതാണ് മെമ്മറി കാർഡ് ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്തത്, അതിന് മാറിയിരിക്കുകയല്ലേ എന്ന് ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്യാതെയാണ് അത് ചെയ്തത്. എന്നിട്ട് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം ഇത് CFSLലേക്ക് അയക്കുന്നു. CFSL അയക്കുന്ന ഡോക്യുമെന്റിന്റെ പ്രധാനം എന്താ? ഞങ്ങൾക്ക് വിക്ടിമിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ കോപ്പി തരേണ്ടതില്ല എന്നായാലും എഴുതി വെച്ചേക്കണം. ആകെ ഡിഫൻസിന് A8 ഉപയോഗിക്കാം. അപ്പൊ എന്തായി? ഡിഫൻസ് വരുന്ന സമയത്ത് ഈ ഡോക്യുമെന്റ് എന്താണ് ഹാഷ് വാല്യൂ മാറിയ ഡോക്യുമെന്റാ, അത് പഴയ ഡോക്യുമെന്റ് അല്ല. ആ ഒറ്റ കോൺട്രഡിക്ഷനിൽ കേസ് പൂർണ്ണമായും ഇല്ലാതാവും. ഈ സമയത്താണ് ഞങ്ങൾ ഈ കേസ് കൊടുക്കുന്നത്. അതായത് ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ രാഹുലിനെ പോലുള്ളവർ പറയുന്നു ഒരു കാര്യവും സംഭവിച്ചില്ലല്ലോ, ദൃശ്യങ്ങളൊന്നും കോപ്പി ചെയ്തില്ലല്ലോ എന്നൊക്കെ. പക്ഷേ ഈ താങ്കൾ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് ഏറ്റവും കൂടുതൽ തെളിവ് മൂല്യമുള്ള ഈ മെമ്മറി കാർഡ്, അതിൽ ഹാഷ് വാല്യൂ മാറി, അതുകൊണ്ട് അത് തെളിവായി സ്വീകരിക്കരുത് എന്ന് ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് വിചാരണ കോടതിയിൽ പറയുവാനുള്ള അവസരമുണ്ടാക്കിയെടുക്കലായിരുന്നു. അത് തകർന്നു ഇല്ലേ? അതാണ് താങ്കളെ പോലെയുള്ള വക്കീലന്മാർ അതിൽ ആ സമയത്ത് ഇടപെട്ടത്. അതല്ലേ സംഭവിച്ചത്? അത് തകർന്നു. ഈ സമയത്ത് മഞ്ജുഷ അതും കൂടി കേൾക്കൂ, ഒരു മിനിറ്റ്. അതെ, ഒരു മിനിറ്റ് കേക്ക്. ഈ സമയത്ത് ഞാൻ ഇത് പറയണ സമയത്ത് ഈ രാഹുൽ ഈശ്വറും വേറെ കുറെ ആളുകളുണ്ടായിരുന്നു. ഈ കോടതിനെ ഞാൻ ചീത്തപ്പേരുണ്ടാക്കാനാണെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും കോടതിന് ചീത്തപ്പേരുണ്ടാക്കല്ല. ഞാൻ കൂടി പണിയെടുക്കുന്ന
ഈ രാജ്യത്തെ ഇത്രയധികം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ക്രെഡിബിലിറ്റിയും അന്തസ്സും അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്ന് കേട്ട ചീത്തകൾക്കും തെറികൾക്കും ശേഷവും ഞാൻ ആ ഫൈറ്റ് ഞാൻ തുടരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ എന്തു ചെയ്തു? ഈ കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്നിപ്പോ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ജസ്റ്റിസ് കൗസർ അടപ്പകത്ത് ഈ കേസിന്റെ പുനരന്വേഷണത്തിന് സമയം ചോദിച്ച സമയത്ത് ഇതിന്റെ ഒറിജിനൽ മെമ്മറി കാർഡ് SFSL ഉണ്ട്. നമ്മൾക്ക് അതിന്റെ മിറർ ഇമേജ് ആണ് തന്നിരിക്കുന്നത്. ആ മിറർ ഇമേജിന് നിങ്ങൾ മനസ്സിലാക്കണം, മിറർ ഇമേജിന്റെ മെമ്മറി കാർഡ് ഒരു കാരണവശാലും തെളിവെടുക്കുന്ന സമയത്ത് അല്ലാതെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം 2 പെൻഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കോടതിക്കും കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ മെമ്മറി കാർഡ് എപ്പോഴാണ് എടുക്കുക? ജസ്റ്റിസ് കമാൽ പാഷയ്ക്ക് അറിയാം. അതായത് ഇത് തെളിവെടുക്കുന്ന സമയത്ത് മാത്രം പ്രോസിക്യൂഷന് ഉപയോഗിക്കുന്ന ഒരേ ഒരു ഡോക്യുമെന്റ് ഒരു ജഡ്ജിക്കും ഒരു ബെഞ്ച് ക്ലാർക്കിനും ഒരാൾക്കും ഉപയോഗിക്കാൻ റൈറ്റ് ഇല്ല ലീഗലി. ഈ സാധനത്തിന് അങ്ങനെ വന്നതിനിപ്പോ കൗസർ സാർ എന്ത് ചെയ്തു? ഇതിന്റെ മിറർ ഇമേജ് എടുത്ത് ശരിയായ രീതിയിൽ, അതായത് ടാമ്പർ ചെയ്തു എന്നാണല്ലോ ഞങ്ങളുടെ കേസ്. അപ്പൊ അത് അദ്ദേഹം എന്ത് ചെയ്തു? അതിൽ നിന്ന് കോപ്പി എടുത്ത് മിറർ ഇമേജ് കൊണ്ടുപോയി മാർക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അനുവാദം തന്നു. സ്പെഷ്യൽ ദൂതം വഴിയാണ് ഒറ്റ ദിവസം കൊണ്ട് എടുത്ത് അത് ചെയ്തത്. അങ്ങനെ വന്ന് ഞങ്ങൾ ആ കേസിൽ നിന്ന് ഇവര് ബോധപൂർവം ചെയ്ത ഈ ടാമ്പറിങ്ങിന് അല്ലെങ്കിൽ ഡിഫൻസിന് വേണ്ടി അവരൊരുക്കിയ കെണിയിൽ നിന്ന് ഞങ്ങൾ അതില് ആ അതിജീവിതയുടെ കേസിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇപ്പൊ പറയുന്നുണ്ടല്ല ഫോർജറി നടന്നില്ല. അതെ അതെ, ഇപ്പൊ രാഹുലൊക്കെ വീമ്പ് പറയുന്നുണ്ട് ഒന്നും നടന്നില്ലല്ലോ. ഞാൻ ഈ കാര്യം രാഹുലിനോട് ചോദിച്ചിരുന്നു നേരത്തെ. താങ്കൾ വരുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യം രാഹുലിനോട് ചോദിച്ചു. അപ്പോഴും അതിനെ ലഘൂകരിക്കാനാണ് രാഹുൽ ശ്രമിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഇല്ല കൂടെ. ശ്രീ ജോർജ് ജോസഫ്, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ദിലീപിനെ ശരി, രാഹുൽ ഇല്ല, രാഹുൽ കട്ട് ചെയ്ത് പോയി. രാഹുൽ പറയണ കാര്യം ശരി ശരി. ശ്രീ ജോർജ് ജോസഫ്, രാഹുൽ ഇല്ല, അതുകൊണ്ട് ശ്രീ ജോർജ് ജോസഫ് ഇതാണ് സംഭവിച്ചതെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ബൈജു ഇരിക്കുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, നമ്മൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അവർക്ക് അവരുടെ അറിവിലേക്ക് ഞാൻ പറയാം, അറിവിലേക്ക് മാത്രം. ശരി, ശ്രീ ജോർജ് ജോസഫ്, ഇതാണ് സംഭവിച്ചത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം അഡ്വക്കേറ്റ് TB മിനി ഇവിടെ അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ശ്രീ ജോർജ് ജോസഫ് അതിനുശേഷം ഇപ്പോൾ സോറി മിനി പറഞ്ഞോളൂ. അതായത് അവര് പറയണത് അൺഓതറൈസ്ഡ് ആക്സസ് ആണെന്ന് പറയണത്. നമ്മൾ ഇതിൽ പറയണത് എന്താ? അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗലാണ്. ഇനി അത് കണ്ടു എന്ന് പറഞ്ഞാൽ ഇല്ലീഗലാണ്. ഒരു കോടതിയിലെ ബെഞ്ച് ക്ലർക്കിനോ ഒരു കോടതിയിലെ ശിരസ്താർക്കോ ഒരു കോടതി മജിസ്ട്രേറ്റിനോ ഈ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ പരിശോധിക്കാനായിട്ടുള്ള ലീഗൽ റൈറ്റ് ഇല്ല. അവരാരും ഇതുമ്മ തൊടാൻ പാടില്ലാത്തതാണ്. അവരെന്തിനു തൊട്ടു? അത് തൊട്ടത് ഒരു ക്രൈമാണ്. ആ ക്രൈമിന് അവരെ ശിക്ഷിച്ചേ പറ്റൂ. അത് ഒരാളും, അതായത് ഇവർക്ക് ക്രിമിനൽ കേസിന്റെ കാര്യങ്ങളിലൂടെയാണ് അവരിതിനെ കാണുന്നത്. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇത് ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ എന്ന നിലയിൽ തന്നെ കാണുകയും അങ്ങനെ ചെയ്ത ആളുകളെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അവരുടെ ഫോൺ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഏത് ഗാഡ്ജറ്റ്സ് ആണ് ഇട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് ക്രൈം എടുത്ത് അവരെന്ത് ചെയ്യണം? ശിക്ഷിക്കണം. ശിക്ഷിക്കുമ്പോൾ സർവീസിൽ നിന്ന് സ്വാഭാവികമായി പോയിക്കോളും. സർവീസ് ചെയ്തിട്ട് ഒരു ഇൻക്രിമെന്റ് കട്ട് ചെയ്തിട്ട് ഒരു വിഷയമല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി ശരി. ശ്രീ ജോർജ് ജോസഫ്, ഇല്ല, നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞാല് ഈ കേസിന്റെ ട്രയൽ നടത്തി തീർന്നാല് എത്ര തെളിവുണ്ടെങ്കിലും ശരി, അതിന്റെ തൊണ്ടി സാധന ആഷ് വാല്യൂ മാറിയിട്ടുണ്ടെങ്കിൽ കേസ് വിട്ടുപോകും. അവിടെ തന്നെയാണ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത്. ദിലീപ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന അവിടെ തന്നെയാണ്. അപ്പൊ അത് ഇല്ലീഗലായിട്ടുള്ള 3 കോടതിയിലും ഇല്ലീഗലായ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഈ കേസിന്റെ ഇത് 2 കേസല്ല, ഇത് ഒരു കേസാണ്. ഒരു കേസിൽ ഉൾപ്പെട്ട തൊണ്ടി മുതലാണ് ടാമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസിന്റെ ട്രയൽ നിർത്തിയിട്ട് ആ ഒറിജിനൽ ആയിട്ടുള്ള സാധനം തന്നെയാണോ കോടതി ഇരിക്കുന്നത്, ടാമ്പേർഡ് ആണോ ഇല്ലയോ എന്നുള്ള അന്വേഷണം നടത്തി കണ്ടുപിടിച്ച് അതുകൂടെ ചേർത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ട്രയൽ മുന്നോട്ട് പോകാൻ ഒക്കുള്ളൂ. അല്ലാതെ ഇത് 2 കേസാണെന്ന് ആരാണോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കേസിലെ തൊണ്ടിയിലെ ടാമ്പർ ചെയ്ത് അത് 2 കേസാണ്ടാണ്. ആ കേസിന്റെ അടിസ്ഥാനപരമായി കേസ് മുഴുവൻ താഴെ വീഴുന്ന പരിപാടിയാണ് കാണിച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് കോടതിയിലെ തൊണ്ടി സാധനമായിട്ട് 10/1/2020 മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്ക് ചെയ്ത സാധനം തന്നെ ഇതിന്റെ ഒറിജിനൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രോസിക്യൂഷന്റെ കയ്യിൽ ഇതിന്റെ ഒരു കോപ്പിയുണ്ട്. അപ്പൊ അത് കമ്പയർ ചെയ്യണം. അത് കോടതിക്ക് പറ്റില്ല. അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കോടതിയിലെ ജഡ്ജസിന് അതിനകത്ത് പങ്കില്ല, വിട്ടുകളാ. അവിടുത്തെ സ്റ്റാഫ് എന്തുകൊണ്ട് അത് ചെയ്തു, അവരിത് ടാമ്പർ ചെയ്ത് എന്തിനാണ്, ആ കാര്യം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിടുന്നതാണ് എന്റെ ഒരു ധാരണ. കാരണം ഇത് വലിയ ഒരു വൈറ്റലായ ഒരു കാര്യമാണ്. ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും കാണാത്ത ഒരു സംഗതിയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. നമുക്കത് മാറ്റി നിർത്താൻ കഴിയില്ല. അപ്പൊ അതിനെ സംബന്ധിക്കുന്ന ഒരു ഹൈക്കോടതി ഡയറക്ഷനുണ്ട്. ഹണിയം വർഗീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ പൊതുസമൂഹത്തിന് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ കോടതി ജീവനക്കാർ വീട്ടിൽ കൊണ്ടുപോയി ഈ സുപ്രധാന തെളിവെന്നൊക്കെ പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ്. ശരി, നന്ദി ശ്രീ ജോർജ് ജോസഫ്, ശ്രീമതി ടി ബി മിനി, ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ രാഹുൽ ഈശ്വർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. നടിയെ ആക്രമിച്ച കേസിൽ നടക്കുന്നത് അട്ടിമറി നീക്കങ്ങളോ എന്നായിരുന്നു പ്രൈം ഡിബേറ്റിലെ ചോദ്യം. അതേ എന്ന് 82% പ്രേക്ഷകർ, അല്ല എന്ന് 13%, നിഷ്പക്ഷം 5%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.